أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ احضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച സൂറത്ത് നിസായിലെ 159 ആയത്തിൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരിച്ച ഒരു വിശദീകരണമായിരുന്നു നമുക്കിരുന്നത്. അതിൻ്റെ തുടർച്ചയും അതുപോലെ 160, 161 ആയത്തുകളുടെ പൂർണ്ണമായ വിശദീകരണവും പിന്നെ 162 തുടക്കവും പറഞ്ഞിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലിയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ. അതായത് അഹ്ലി കിതാബിൻ്റെ ആളുകളിൽ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ, അതായത് ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കാത്തവരായ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ. അപ്പോൾ ഇത് മരിക്കുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ആര് മരിക്കുന്നതിന് മുമ്പാണ് ആ ലമീർ ആരിലേക്കാണ് മടങ്ങുന്നത് എന്നതിൽ 2 ചർച്ച ഉണ്ട്. ഒന്ന്, അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ മരിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും അവർ മരിക്കുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിനെ നബിയായിട്ടും അള്ളാഹുവിൻ്റെ അടിമയായിട്ടും വിശ്വസിക്കുന്നവരായിരിക്കും. അല്ല, അത് ഈസാ നബി അലൈഹി സ്വലാമിലേക്ക് മടങ്ങുന്നതാണെന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഭാവിയിൽ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആ കാലത്തുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. എന്ന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ തഫ്സീർ കബീറിൽ പറയുന്നു, അതിൻ്റെ ആദ്യത്തെ വ്യാഖ്യാനത്തെ ഒന്നുകൂടി വിശദീകരിച്ചിട്ട്. ഷഹർ ബിൻ ഹൗഷബിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഹജ്ജാജ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഞാൻ പാരായണം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ അതേക്കുറിച്ച് ഒരു സംശയം തോന്നാറുണ്ട്. അതായത് ആ പ്രത്യേക ആയത്തിനെക്കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഞാനൊരു ജൂതനെ കഴുത്ത് വെട്ടുമ്പോൾ, ജൂതനെ കഴുത്ത് വെട്ടാൻ വെറുതെ കഴുത്ത് വെട്ടുന്നതല്ല, ജൂതന്മാർ ഇവർക്ക് ശത്രുത പുലർത്തി ഇവരോട് യുദ്ധം ചെയ്യാൻ വന്നു, അങ്ങനെ അവർ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന സമയത്തുണ്ടായ കഴുത്ത് വെട്ടലാണ്. അല്ലാതെ വെറുതെ ആരും മുസ്ലിമീങ്ങളാരും കഴുത്ത് വെട്ടില്ല. അപ്പം ജൂതനെ യുദ്ധത്തിൽ നേരിടേണ്ടി വരികയും അവരെ കഴുത്ത് വെട്ടുകയും ചെയ്യേണ്ടി വന്നപ്പോൾ അവൻ, അതായത് ആ ജൂതന് ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശ്വാസം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് പറയുന്നുണ്ട്, എല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളും മരിക്കുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാനൊരാളെ കൊന്നപ്പോൾ, അതായത് യുദ്ധത്തിൽ ജിഹാദിൽ കൊന്ന സമയത്ത് അവരങ്ങനെ ഈസാ നബിനെ വിശ്വാസം പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്നൊരു ഡൗട്ട് ഇവർക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു ജൂതന് മരണം ആസന്നമാകുമ്പോൾ മലക്കുകൾ അവൻ്റെ മുഖത്തും പിൻഭാഗത്തും അടിക്കും. എന്നിട്ട് അവർ പറയും, അല്ലയോ അള്ളാഹുവിൻ്റെ ശത്രുവേ, ഈസാ നബി അലൈഹി നിൻ്റെ അടുക്കൽ നബിയായി വന്നിട്ട് നീ അദ്ദേഹത്തെ നിഷേധിച്ചുവല്ലോ. അപ്പോൾ അവൻ പറയും, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഒരു ക്രിസ്ത്യാനിയോടാണെങ്കിൽ അവൻ പറയും, ഈസാ നബി അലൈഹി സ്വലാം നിൻ്റെ അടുക്കൽ നബിയായി വന്നപ്പോൾ അദ്ദേഹം അള്ളാഹു ആണെന്നും അള്ളാഹുവിൻ്റെ പുത്രനാണെന്നും നീ വാദിച്ചുവല്ലോ. അപ്പോൾ അവൻ പറയും, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വേദക്കാർ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വാസം അവർക്ക് യാതൊരു ഉപകാരം ചെയ്യാത്ത സമയത്താണെന്ന് മാത്രം. അവർ ശരിക്കും വിശ്വസിക്കും, പക്ഷേ ആ മരണസമയത്ത് അവർ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ വിശ്വാസം അവർക്ക് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ കേൾക്കാത്തത്, ഇത് പറയുന്നത് കേൾക്കാത്തതെന്ന്. അവർക്ക് ഉപകാരം ഉണ്ടാവില്ല വിശ്വാസം, അതുകൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ ചാരിയിരിക്കുകയായിരുന്ന ഹജ്ജാജ് റളിയല്ലാഹു അൻഹു നേരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ആരിൽ നിന്നാണ് താങ്കൾ ഈ വിവരം ഉദ്ധരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മുഹമ്മദ് ബിൻ അലി ബിൻ അൽ ഹനഫിയ റളിയല്ലാഹു അൻഹു നിന്നാണ്. ആയത് സയ്യിദന അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകനാണ്.
അവരിൽ നിന്നാണ് ഇത് കേട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് നിലത്ത് കുത്തിവരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും താങ്കൾ ഈ അറിവ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു തെളിഞ്ഞ ഉറവയിൽ നിന്നാണ്, അതായത് കറക്റ്റായ അറിവാണെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം ഇതിനെ ഇപ്രകാരം തന്നെയാണ് വിശദീകരിച്ചത്. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരാൾ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ തീയിൽപ്പെട്ട് കത്തിയെരിയുകയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വന്യമൃഗം അവനെ കടിച്ചു തിന്നുകയോ ചെയ്യുകയാണെങ്കിലോ? അപ്പോൾ ഏതവസ്ഥയിലും അവരിങ്ങനെ പറയുന്നത് തന്നെയാണോ? അത് സ്വാഭാവികമായ മരണത്തിൽ മാത്രമാണോ? മേൽക്കൂരയിൽ താഴെ വീകുമ്പോൾ ഇങ്ങനെ പറയുമോ? തീയിൽ കത്തി നിൽക്കുന്ന സമയത്തും പറയുമോ? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അപ്പോൾ അവൻ അന്തരീക്ഷത്തിൽ വെച്ച് അത് പറയുക തന്നെ ചെയ്യും. അദ്ദേഹം ഈസാ നബിയിൽ വിശ്വസിക്കാതെ അവൻ്റെ ജീവൻ പുറത്തു പോവുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ലതായിഫുൽ ഇശാറത്തിൽ പറഞ്ഞ ഭാഗം വായിക്കാം. ലമ്മാ ഹുക്കിമ ബി അൻ ലാ അമാന ലഹും ഫി വഖ്തിൽ യൈസ്, അതായത് അവർക്ക് ഒരു അഭയം നൽകാൻ പറ്റിയിട്ടില്ല. അവരുടെ വേളയിൽ അവർ നിരാശപ്പെടുന്ന സമയത്ത്, അവരുടെ മരണവേളയിൽ അവർക്ക് അഭയം നൽകാൻ പറ്റിയിട്ടില്ല. ലം യൻഫഉഹും അൽ ഈമാന ഫി തിൽക ഹാൽ, ആ സമയത്ത് അവർ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം അവർക്ക് അഭയം നൽകിയിട്ടില്ലല്ലോ. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും നബിയാണെന്നും വിശ്വസിച്ചു ആണ് മരിക്കുന്നത്. ആ വിശ്വാസം അവർക്ക് ഉപകാരം ചെയ്തില്ല. അവർ മരിക്കുന്ന സമയത്ത്, അവർ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്. ഫഉലിം, അതുകൊണ്ട് നീ മനസ്സിലാക്കണം, അന്നൽ ഇബ്റത, ഇവിടെ പരിഗണന ബി അമാനിൽ ഹക്കിൻ്റെ ഹക്ക് സുബ്ഹാനഹു തആല നൽകുന്ന അഭയത്തിനാണ് പരിഗണന. ലാ ബി ഈമാനിൽ, അല്ലാതെ അടിമൻ്റെ ഈമാനിലല്ല. നമ്മൾ ഈമാനിലും അമലിലും കൊണ്ടും, നമ്മൾ ഈമാനും അമലും കൊണ്ടുമാണ് നമ്മൾ രക്ഷപ്പെടുന്നതെങ്കിൽ, ഈമാൻ അവസാനിക്കുന്ന സമയത്ത് ഈമാൻ അവിടെ ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ടും അവർ രക്ഷപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഈമാനിലും അമലിലും അല്ല നമ്മളെ ശ്രദ്ധ വേണ്ടത്, ഹക്കിൻ്റെ മുകളിലാണ് ശ്രദ്ധ വേണ്ടത്. അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെടുന്ന ഹക്ക് അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, അല്ലാതെ അവർ ഈമാൻ ഉണ്ടോ ഉള്ളതല്ല. ഈമാൻ ഉണ്ടായാലും അവർ നശിപ്പിക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഈമാൻ ഹക്ക് കബൂൽ ചെയ്യണം, എന്നാലേ അത് സ്വീകരിക്കപ്പെടുള്ളൂ. അവർ ഈമാൻ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. വിശ്വാസം അള്ളാഹു സ്വീകരിക്കണം, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ഹക്കിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് അഭയം തേടേണ്ടത്, വേറൊരു കാരണവും അവിടെ ഇല്ല. അപ്പോൾ ഇതിന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മളെ തവക്കൽ നമ്മൾ ഈമാൻ്റെ അമലിൻ്റെ മുകളിലാവരുത്, നമ്മളെ ഹക്കിൻ്റെ മുകളിലാവണം. ബഹ്റുൽ മദീദിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇന്ദ മൗതി തഹഖഖുൽ ഹഖായിഖ്, മരിക്കുന്ന സമയത്ത് ഹഖീഖത്തുകൾ വെളിവാക്കപ്പെടും, സ്ഥിരീകരിക്കപ്പെടും. യതമയ്യസുൽ ഹഖ്ഖു മിനൽ ബാത്തിൽ, അതുപോലെ തന്നെ സത്യവും അസത്യവും വേർതിരിക്കപ്പെടും. വയഹ്സുലുൻ നദമു, ആ സമയത്ത് നമുക്ക് ഭയങ്കര ഖേദമുണ്ടാവും. പക്ഷേ വലാ യൻഫഉ ഹീന തസില്ലുൽ ഖദം, നമ്മളെ കാലിടറുന്ന സമയത്ത്, അതായത് മരണവേളയിൽ അത് നമുക്ക് ഉപകാരപ്രദമാവില്ല. മരിക്കുന്ന സമയത്ത് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ വെളിവാക്കപ്പെടും, സത്യവും അസത്യവും വേർതിരിക്കപ്പെടും, എല്ലാം ശരിയാവും. അതുവരെ നമ്മൾ കൺഫ്യൂഷനിലായിരിക്കും ചിലപ്പോൾ. മരിക്കുന്ന സമയത്ത് എല്ലാം റെഡിയായിട്ട് നമ്മൾ മുമ്പിൽ കറക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഖേദിക്കുകയും ചെയ്യുമല്ലോ, ഞാൻ ഈ ഹക്കിൻ്റെ വഴിയായിരുന്നില്ലല്ലോ, ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഖേദിക്കുകയും ചെയ്യും. പക്ഷേ വലായംഫ, അത് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യൂല. കാരണം മരിക്കുന്ന വേളയിൽ അത് നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ഫൽമത്ലൂബു അൽ മുബാദറത്തു ബി തഹ്ഖീഖിൽ ഈമാൻ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ, നിങ്ങൾ തേടേണ്ടത് എന്താ? മുബാദറത്തു ബി തഹ്ഖീഖിൽ ഈമാൻ, ഈമാൻ ഉറപ്പിക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങണം, നിങ്ങളതിൽ തിരക്ക് പിടിക്കണം. ഈമാൻ്റെ വിഷയത്തിൽ നിങ്ങൾ തിരക്ക് പിടിക്കണം. അവിടെ നിങ്ങൾ ഒരു മന്ദപ്പിലാവരുത്, അവിടെ നിങ്ങൾ വൈകിപ്പിക്കരുത്. ആ വിഷയങ്ങളൊന്നും, ഈമാൻ്റെ വിഷയങ്ങൾ നിങ്ങൾ വൈകിപ്പിക്കരുത്, അത് നിങ്ങൾ തിരക്ക് കൂടണം. അപ്പോൾ തഹ്സീൽ മഖാമുൽ ഇർഫാൻ, അതുപോലെ തന്നെ
മഖാമിലേക്ക് എത്തിച്ചേരാൻ, അതിൽ യാത്ര ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഖബൽ അൻ യസ്കുത ഇലാ ജൻബി, നിങ്ങൾ വീണു പോകുന്നതിന് മുമ്പ്, അതായത് മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തൗഫീഖാണ്. തിജാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ത്വരീഖത്ത് കൊണ്ടെടുക്കുകയാണെങ്കിൽ, സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളോടുള്ള മഹബത്തിലായി ജീവിക്കുകയാണെങ്കിൽ അവർ ഈ ഈമാനിലായിട്ട് മരിക്കും, അള്ളാഹുവിൻ്റെ വലിയായിട്ട് മരിക്കും എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ ഇതൊന്നും ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു തൗഫീഖാണത്. അതുകൊണ്ട് നമ്മൾ ത്വരീഖത്തിൻ്റെ ഔറാദുകൾ കൃത്യമായി കൊണ്ടുകിടക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. അതൊരിക്കലും നമ്മൾ വിട്ടുപോകരുത്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഔറാദ് കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ മാരിഫത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു നഷ്ടം വരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. വയംഫരിദു റഹീനൻ ഫി ഖബരി ബിദംബിഹി, അതുപോലെ തന്നെ നിങ്ങൾ ഖബറിൽ നിങ്ങളെ തെറ്റുകൾ കാരണം ബന്ധിതനായി ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ നിങ്ങളാവുന്നതിന് മുമ്പ് നിങ്ങളിതൊക്കെ നേടിയെടുക്കണം. ഖബറിൽ ആരും ഉണ്ടാവില്ല, നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടെ ജീവിക്കുന്നത്, നമ്മൾ പലതും ചെയ്യാത്തത് ചെയ്യുന്നത് പലതിനും കാരണമാണ്. ഇപ്പം നമ്മളെ മക്കളെ വിഷയം പറഞ്ഞിട്ട്, ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും വിഷയം പറഞ്ഞിട്ട്, കുടുംബക്കാരെ പറഞ്ഞിട്ട്, ജോലിയും ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ നമ്മൾ അവരെ കൊള്ളണം, അവർ നന്നാവണം, അവർ റെഡിയാവണം, അവരുള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ഈമാനിൽ നിന്നും അള്ളാഹുൽ യാത്ര ചെയ്യുന്നതിൽ നിന്നും ഹിദ്മത്തിൽ നിന്നും ഒക്കെ പിന്നോട്ട് നിൽക്കുന്ന ഈ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ ഈ ഖബറിൽ ഇവരാരും ഉണ്ടാവില്ല നമ്മളെ കൂടെ. നമുക്കവിടെ നമ്മൾക്ക് വേണ്ടി അള്ളാഹുലായിക്കൊണ്ട് എന്ത് ചെയ്തു അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരോടുള്ള നമ്മൾ ഇടപായക പോലും അള്ളാഹുവിന് വേണ്ടി മാത്രമാവണം, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അവിടെ നമ്മളെ തെറ്റുകൾ കൊണ്ട് നമ്മളവിടെ ബന്ധിപ്പിക്കപ്പെടും. നമ്മൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല നമുക്കവിടെ. അപ്പോൾ ആ ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് കൂട്ടുമെന്ന് നമ്മൾ നോക്കേണ്ടത്, അതിനെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, വേറെ ഒന്നിനെയല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു തആല, അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. സൂറത്ത് നിസായിൽ 161 ആയത്തുകൾ. ഒബിദുൽമിൻ, അതുപോലെ തന്നെ ഒബിദുൽമിൻ മിനല്ലദീന ഹാദു, ജൂതന്മാരിൽ നിന്നുള്ള അക്രമം കാരണം, ഹറംന അലൈഹിം ത്വയ്യിബാത്ത്, അവർക്ക് നന്മകളല്ല അവർക്ക് നല്ല കാര്യങ്ങൾ നാം ഹറാമാക്കി. ഉഹില്ലത്ത് ലഹും, അവർക്കത് ഹലാലായിരുന്നു. ഹലാലായ കാര്യങ്ങൾ ഹലാലായിരുന്ന കാര്യങ്ങൾ നമ്മൾ ഹറാമാക്കി. അപ്പോൾ ജൂതന്മാർ അതിക്രമം ഇങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ ആദ്യം അവർക്ക് ഹലാലാക്കിയിരുന്നു പല കാര്യങ്ങളും, പക്ഷെ പിന്നെ അത് അവർക്ക് ഹറാമാക്കി, അവരെ അതിക്രമം കൂടിയതുകൊണ്ട്. വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറൻ, അതുപോലെ തന്നെ അവർ ചെയ്ത മറ്റൊരു പ്രവർത്തനം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ധാരാളമായി അവരാളുകളെ തടഞ്ഞു എന്നുള്ളതാണ്. ഈ രണ്ട് കാരണം കൊണ്ടും. അതുപോലെ വാഹദിഹിം റിബ, അവർ പലിശ സ്വീകരിച്ചു. വഖദ് നുഹു അൻഹു, അവർക്ക് പലിശ ഹറാമാണെന്ന് പറഞ്ഞിട്ട് പോലും, നൽകപ്പെട്ടിട്ട് പോലും. വാക്കലിഹും അംവാലന്നാസ് ബിൽബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സ്വത്തുക്കൾ അവർ തിന്നു. വഅതദ്ന ലിൽ കാഫിരീന മിൻഹും, അവരിൽ നിന്നുള്ള സത്യനിഷേധികൾക്ക് നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അദാബൻ അലീമ, ഏറ്റവും വേദനാജനകമായ ശിക്ഷനെ. അപ്പോൾ ഈ യൂതന്മാരുടെ വിശേഷണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. റായിസിൽ ഹസൻ ബാക്കലി തങ്ങൾ പറഞ്ഞത്, നമ്മൾ ജൂതന്മാരെക്കുറിച്ച് ക്രിസ്ത്യാനികളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വേറെ ആരോ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ നമ്മളുള്ളിലുള്ള വിശേഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ പറയപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും തെറ്റുകളിൽ മുഴുകിയാൽ അവരുടെ അതിക്രമം കാരണം അള്ളാഹു അവർക്ക് മുമ്പ് ഹലാലായ കാര്യങ്ങൾ പോലും ഹറാമാക്കപ്പെടും. അതുപോലെ ആളുകളെങ്ങനെ നേരായ വഴിയിൽ നിന്നിങ്ങനെ തടയുക, നല്ല ഹക്കായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് തടയുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതിനും അതിലായി
യാത്ര ചെയ്യുന്നതിനും അതിൻ്റെ ഹിദമത്തിലായി സഞ്ചരിക്കുന്നതിനും അള്ളാഹിൻ്റെ ഖലീഫനെ പിന്തുടരുന്നതിനും അവർക്ക് ഹിദമത്ത് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആളുകൾ ഇങ്ങനെ തടയുക. അത് വേണ്ട, അങ്ങോട്ട് ചെയ്യണ്ട, അത് പോകണ്ട, അത് സ്വീകരിക്കണ്ട, നിങ്ങൾ ദീൻ സ്വീകരിക്കണ്ട, ത്വരീഖത്ത് സ്വീകരിക്കണ്ട, ഷെയ്ഖിലേക്ക് യാത്ര ചെയ്യണ്ട, ഹിദമത്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ തടഞ്ഞു നിർത്തുക. ആ തടഞ്ഞു നിർത്തുന്നതും അവർക്ക് അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാക്കും. അതുപോലെ തന്നെ അവർ കുറേ അനാവശ്യമായ സമ്പത്ത് അപഹരിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടതല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഇന്ന് മറ്റൊരു സൂചന മനസ്സിലാവുന്നത് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ തെറ്റുകളിൽ മുഴുകുന്ന സമയത്ത്, തെറ്റുകൾ അധികരിക്കുമ്പോൾ നമുക്ക് ഹലാലായ കാര്യങ്ങൾ കിട്ടാതെ വരും, ഹലാലായ ഭക്ഷണം കിട്ടാതെ വരും. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒരു മനുഷ്യന് തെറ്റുകൾ മുഴുകുന്നത് കൊണ്ട് ഓന് വരുമാനം, ജീവിത വരുമാനം പ്രയാസമായി മാറും. ഉപജീവനം നേടൽ പിന്നെ പ്രയാസമാവും. തെറ്റുകൾ മുഴുകുന്നതുകൊണ്ടാണ് ഉപജീവനം നേടുന്ന പ്രയാസമാവുന്നത്. തെറ്റുകൾ മുഴുകാതിരിക്കുകയാണെങ്കിൽ ഉപജീവനത്തിന് ഒരു പ്രയാസമുള്ള കൊടുക്കില്ല, അത് വെറുതെ കൊടുക്കും ഭക്ഷണം. തെറ്റുകൾ മുഴുകിയാൽ ഉപജീവനം അവന് പ്രയാസവും. ഈ തെറ്റുകൾ മുഴുകുന്നവർക്കൊക്കെ ഒരുപാട് ഉപജീവനം കിട്ടുന്നുണ്ടല്ലോ. അതെന്താണ്? ഇതാണ് മോശപ്പെട്ട പൈസ അവർക്ക് കിട്ടുക. അവർ അപ്പോൾ തെറ്റുകൾ മുഴുകുന്ന ആളുകൾക്ക് നല്ല പൈസ, നല്ല ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ പിന്നെ അവരെന്താ ചെയ്യേണ്ടി വരിക? പിന്നെ പിടിച്ചു പറിക്കലും കൊള്ളരുതായ്മയും അതുപോലെ തന്നെ പലിശയും ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കലും, ഇതൊക്കെ അവർക്ക് ഓപ്ഷനുള്ളൂ. അവർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് മോശപ്പെട്ട പൈസ അവർക്ക് ഉണ്ടാവും. അങ്ങനെ മോശപ്പെട്ട പൈസ അവർക്ക് കിട്ടുമ്പോൾ അവർ പിന്നെയും മോശമാവും. അവരും മോശമാവും, അവരുടെ കുടുംബവും മോശമാവും, എല്ലാവരും മോശമാവും. അള്ളാഹു അങ്ങനെ വെറുതെ വിട്ടേക്കുകയും ചെയ്യും, മൈൻഡ് ചെയ്യാതെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഹലാലായ ഭക്ഷണം കിട്ടുന്നത് ഉപജീവന മാർഗം തടസ്സം വരുന്നുണ്ട് എന്ന് തോന്നിയാൽ അതൊരു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇഷാറത്താന്ന് മനസ്സിലാക്കുക. നല്ല കാര്യമാണത്. കാരണം അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്, നിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ നീ വർദ്ധിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടത് സംഭവിക്കുന്നത്. അപ്പോൾ തെറ്റുകൾ ഒന്ന് മാറി നിൽക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഹലാലായ വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾക്ക് ഉപജീവനത്തിനൊന്നും പ്രയാസം നേരിടേണ്ടി വരില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നതാണ്. ഫബിദുൽമീൻ ബിസബബിദുൽമിൻ മിനല്ലദീന ഹാദു വഹും യഹൂദ്. അതായത് ബിദുൽമിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ അക്രമം കൊണ്ട്, മിനല്ലദീന ഹാദു ജൂതന്മാരിൽ നിന്നുള്ള ആളുകൾ, വഹും യഹൂദ് ജൂതന്മാരാണ്. ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ ഉഹില്ലത്ത് ലഹും, അവർക്ക് ഹലാലായിരുന്ന പല കാര്യങ്ങളും അള്ളാഹു അവർക്ക് ഹറാമാക്കി കൊടുത്തു. എന്താണത്? ഹിയല്ലദീ ഫീ ഖൗലിഹി, അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, വഅലല്ലദീന ഹാദു ഹറംന കുല്ലദീ ദുഫർ. അല്ലദീന ഹാദു ജൂതന്മാർക്ക് ഹറംന നാം ഹറാമാക്കി, നിഷിദ്ധമാക്കി, കുല്ലദീ ദുഫർ ഈ കുളമ്പുള്ള എല്ലാ മൃഗങ്ങളും. ഈ കുളമ്പുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആട്, പശുവൊക്കെ കുളമ്പുള്ള തന്നെയാണ്. പക്ഷേ ഈ കുളമ്പിൽ, ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ കുളമ്പിൻ്റെ ഇടയിൽ ഒരു വെട്ടുണ്ടാവും. രണ്ട് ഭാഗത്തെ കുളമ്പ് തിരിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് കുളമ്പ് തിരിഞ്ഞ ജീവികൾ അവർക്ക് ഹലാലാണ്. അതേസമയം കുളമ്പ് മാത്രമായിട്ട് നിൽക്കുക, ഉദാഹരണം ഒട്ടകം, അതുപോലെ ഒട്ടകപക്ഷി, അതുപോലെ താറാവ്, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും കുളമ്പ് എന്തില്ല, രണ്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടല്ല ഉള്ളത്. അങ്ങനത്തെ ജീവികൾ അതിനെ തിന്നുകൊണ്ട് ശരിക്കും കുഴപ്പമില്ല, അത് ഹലാലായ കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹു അവർക്ക് ഹറാമാക്കി. എന്തുകൊണ്ട്? അവർ ഈ അതിക്രമം വർദ്ധിപ്പിച്ചതുകൊണ്ട്. ഹറംനാല കുല്ലദീ ദുഫർ, അങ്ങനെ ഈ കുളമ്പ് സ്പ്ലിറ്റാവാത്ത ജീവികൾ അവർക്ക് ഹറാമായി. പക്ഷേ പശുവും ആടും ഒക്കെ അവർക്ക് പറ്റും, കാരണം അത് കുളമ്പ് സ്പ്ലിറ്റായതാണല്ലോ. ഒമിൻ ബക്കരി വലാനും ഇനി പശുവിനും ആടിൻ്റെ വിഷയത്തിൽ ഹറംന അലൈഹിം, അവർക്ക് നാം ഹറാമാക്കി, ഷുഹൂമഹുമ, അവരുടെ നെയ്യിന്, ഇല്ലാമാ ഹമലത്ത് ളുഹൂറഹുമ, അവരുടെ നെയ്യ് ഹറാമാക്കി. അതിൽ കുറച്ച് നെയ്യ് മാത്രം അവർക്ക് എടുക്കാം. ഏതാണത്? ഹമലത്ത് ളുഹൂറഹുമ, അവരുടെ പുറത്തുള്ള നെയ്യ് അവർക്ക് എടുക്കാം. ഔ ഹവായ, അല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗത്തുള്ള നെയ്യ്. ഔ മഖ്തലത ബി അളം, അല്ലെങ്കിൽ എല്ലിനോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന നെയ്യ്. ബാക്കി ഒരു നെയ്യ് അവർക്ക് എടുക്കാൻ പറ്റില്ല, ഒക്കെ അവർക്ക് ഹറാമാക്കി. ബാക്കിയുള്ള നെയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല, അള്ളാഹ് ഹറാമാക്കി അതന്നെ. ദാലിക ജസൈനാഹും, കാരണം അത് അവർക്ക് കൊടുത്ത പ്രതിഫലാണ്. ബിബായിക്കും, അവർ അതിര് കടന്നതുകൊണ്ട്.
ഇന്നാല സാധിക്കുവാൻ. അള്ളാഹു വിഷയത്തിൽ സത്യമാണ് പറയുന്നത്, സത്യസന്ധനാണ്. ഈ ആയത്തിൽ പറഞ്ഞ വിഷയങ്ങളാണ് ഇതിൽ സൂചന നൽകിയത്. അതായത് അള്ളാഹു അവരുടെ അതിക്രമം കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള മോശപ്രവർത്തനങ്ങൾ അധികരിപ്പിച്ചതുകൊണ്ട് അള്ളാഹു അവർക്ക് കുറേ ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കി. അൽ യഹൂദ് ഇർത്തഖബുൽ മുഹറമാത്ത്, ജൂതന്മാർ തെറ്റുകളിൽ മുഴുകിയപ്പോൾ ഫഹറമല്ലാഹു അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹറാമാക്കി. ത്വയ്യിബാത്തിൻ ഉഹില്ലത്ത് ലഹും, അവർക്ക് അനുവദനീയമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അവർക്ക് ഹറാമാക്കി കൊടുത്തു. ലിഹാദാന അലം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയണം, ലിഹാദാന അലം, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നൽ ഇർത്തിഖാബൽ മഹ്ദൂറാത്ത്, തെറ്റുകളിൽ മുഴുകുന്നത് യൂജിബു ഹിർമാന് തയ്യിബാത്ത്, നല്ല കാര്യങ്ങൾ വിലക്കുന്നതിന് നിർബന്ധമാക്കും. അത് നമ്മൾ തെറ്റുകളിൽ മുഴുകിയാൽ നമുക്ക് നല്ല കാര്യങ്ങൾ മുന്നിലേക്ക് എത്തിച്ചേരൂല, നല്ല സമ്പത്ത് എത്തിച്ചേരൂല, നല്ല ഉപജീവനം ഉണ്ടായിത്തീരൂല. തെറ്റുകളിൽ മുഴുകുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോഴും നമ്മളെ കംപ്ലയിൻ്റ് എപ്പോഴും റിസ്ക് കിട്ടുന്നില്ല, ജോലി റെഡിയാവുന്നില്ല, പൈസ കിട്ടുന്നില്ല എന്നായിരിക്കും. നമ്മളിപ്പോഴും ഒരിക്കലും ചിന്തിക്കലില്ല നമ്മൾ തെറ്റുകളിൽ മുഴുകുന്നത് കൊണ്ടാണത് കിട്ടുന്നത്, അതങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ തെറ്റുകൾ മുഴുകുന്നത് നമ്മൾ മുഴുകിയാൽ അത് കാരണമായി നമുക്ക് ത്വയ്യിബാത്തുകൾ നഷ്ടപ്പെടും. അത് നിർബന്ധമാണ്. നമ്മൾ ത്വയ്യിബാത്ത് ഇല്ലാണ്ടാവുക, നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുക. നമ്മൾ റിസ്ക് കിട്ടുന്നില്ലെന്നാണ് ഏറ്റവും പ്യുവറായതൊന്നും കിട്ടൂല, താഴ്ന്നത് കിട്ടും. ആ താഴ്ന്നത് കിട്ടിയാൽ ഞാൻ എന്താ സംഭവിക്കുക? അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് വീണ്ടും തെറ്റുകൾ ചെയ്യാനാണ് തോന്നുക. നമ്മളെ മക്കളും തെറ്റുള്ളവരാവുകയും ചെയ്യുക. അതുപോലെ മിനൽ ഹലാൽ, ഇനി ഹലാലായ കാര്യങ്ങളിൽ നിന്ന് ഉള്ള, നമുക്കിപ്പോൾ തെറ്റുകളിൽ മുഴുകിയാണല്ലോ നിങ്ങൾ പ്രശ്നം. അപ്പം വിചാരിക്കും ഹലാലായ കാര്യങ്ങളൊക്കെ ചെയ്യാലോ. അങ്ങനെ അല്ല, ഹലാലായ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മൾ മുഴുകുന്നത്, ഇപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത്, ഒരുപാട് കിടന്നുറങ്ങുന്നത്, ഒരുപാട്, അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൂടുന്ന, ഒരുപാട് യാത്ര ചെയ്യുന്നത്, അങ്ങനെ ഇതൊക്കെ ഹലാലാണെന്ന് വിചാരിച്ച് എല്ലാം അങ്ങനെ വർദ്ധിപ്പിക്കുന്നത്. അത് ഹലാലാണല്ലോ, നമുക്ക് ചെയ്യാലോ. അതിലൊക്കെ നമ്മൾ അതിലിങ്ങനെ അള്ളാഹു തന്ന കുതിരത്തൊക്കെ ആസ്വദിക്കാം, അള്ളാഹിൻ്റെ സൗന്ദര്യം അനുഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അത് ചെയ്യുന്നത് ത്വയ്യിബാത്തു മിനൽ ഹലാൽ, ഹലാലായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് യംനഉ മുനാജാത്തുല്ലാഹി തബാറക വ തആല, അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിനെ, അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തെ തടഞ്ഞു കളയും, മുറിച്ചു കളയും. ഇത് ഒരുപാടാവുമ്പോൾ അത് അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തെ മുറിച്ചു കളയും. ബഹുമാനപ്പെട്ട കിതാബ് ഷിഫയിലൊക്കെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലായ കാര്യങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കാറില്ല എന്ന് ഒറ്റ കാര്യം ഒഴികെ. അത് അവർ കല്യാണം കഴിക്കുന്ന വിഷയം മാത്രമേ അധികരിപ്പിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും അധികരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ കാരണം കൊണ്ടാണ്. അത് വർദ്ധിപ്പിക്കുന്നത് മറ്റ് കല്യാണമല്ലാത്ത മറ്റ് ഹലാലായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിന് തടയും. എന്നാൽ മറ്റേത് കുഴപ്പമില്ല, അത് വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തെ കുറയ്ക്കുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭക്ഷണം ഒരുപാട് കഴിക്കുകയാണ്, നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുകയാണ്, ഒരുപാട് സംസാരിക്കുകയാണ്. ഇതൊക്കെ തന്നെ നമ്മളെ അള്ളാഹുമായിട്ട് ഒറ്റപ്പെടുന്ന ആ ഒരു സ്നേഹ സംഭാഷണം ഉണ്ടല്ലോ, അവരടുത്ത് നിൽക്കുന്ന സംസാരം ഉണ്ടല്ലോ, അതിൻ്റെ രസം നമുക്ക് നഷ്ടപ്പെടുത്തും. അത് പിന്നെ അങ്ങനെ കിട്ടൂല, കുറച്ചേ കിട്ടും. എന്താ നമുക്ക് തോന്നുന്നത്, എന്താ നമ്മൾ മാരിഫത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്തത്, എന്താ അള്ളാഹുവിന് ഭയങ്കരമായി അനുഭവപ്പെടാത്തത് എന്നൊക്കെ നമുക്ക് തോന്നും. ഒന്നുമില്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചാൽ മതി. നമ്മൾ ഹലാലായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നു, അങ്ങനെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുക? ഹലാലായ കാര്യങ്ങൾ ആവശ്യത്ത് മാത്രം ചെയ്താൽ മതി, ആവശ്യം കഴിഞ്ഞാൽ അതൊന്നൊക്കെ ഒഴിവാവുക. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവും നമ്മുടെ അടുത്ത് മനസ്സിലാക്കുമല്ലോ, അവന് എന്നോടുള്ള അടുപ്പത്തിനെയാണ് ഇതിനേക്കാളൊക്കെ അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹുവുമായിട്ടുള്ള സ്നേഹ സംഭാഷണം നമുക്ക് അള്ളാഹു തരും. അതോടൊപ്പം നമ്മൾ ഈ അനുഭവിക്കുന്ന ഹലാലുകളിൽ അവൻ അള്ളാഹുവിനെ നിറച്ചു തരികയും ചെയ്യും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും അള്ളാഹുവിനെ കാണാൻ തുടങ്ങും, വസ്ത്രം ധരിക്കുന്നതിലും അള്ളാഹിനെ കാണാൻ തുടങ്ങും, യാത്ര ചെയ്യുന്നതിലും അള്ളാഹിനെ കാണാൻ തുടങ്ങും. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും നമ്മൾ കട്ടാവില്ല. അതേസമയം നമ്മൾ ഇതിങ്ങനെ ഒരുപാട് വർദ്ധിപ്പിച്ചാലോ നമുക്ക് രണ്ടും ഉണ്ടാവില്ല, അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണവും ഉണ്ടാവില്ല, അതോടൊപ്പം ഇതിലൂടെയൊക്കെ അള്ളാഹിനെ കാണുന്ന അവസ്ഥയും നമുക്ക് നഷ്ടപ്പെടും.
ഇതൻ അതുകൊണ്ട് ലാ ബുദ്ധമിൻ ജുഹുദി ഫിൽ ഹറാം, നിർബന്ധമാണ് നമുക്ക് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത്. മുഹാഫത്ത അൻ യംനഅകല്ലാഹു ഫി ഹലാലി ത്വയ്യിബ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ത്വയ്യിബായ ഏറ്റവും ശുദ്ധമായ ഹലാലായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് തെറ്റുകളിൽ നിന്ന് മാറിയിരിക്കണം. ആ തെറ്റുകൾ നമ്മൾ ചെയ്ത ഹലാലായ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വർദ്ധിക്കും. തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് ഹലാലായ കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ വലാ ബുദ്ധ മിനൽ ജുഹുദ് മിനൽ ഹലാൽ, അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമാണ്, അനിവാര്യമാണ് ജുഹുദ് മിനൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളിൽ ഓവറാവുന്നതും ഒഴിവാക്കൽ. ഹലാലായ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, സംസാരം ഓവറാവുന്നത് ശ്രദ്ധിക്കൽ, ഭക്ഷണം ഓവറാവുന്നത് ശ്രദ്ധിക്കൽ, വസ്ത്രങ്ങൾ ഓവറാവുന്നത് ശ്രദ്ധിക്കൽ, എല്ലാം വേണം പക്ഷെ ഓവറാവുന്നത് ശ്രദ്ധിക്കൽ. അതുപോലെ യാത്രകൾ ഓവറാവുന്നത് ശ്രദ്ധിക്കൽ. ഇതൊക്കെ നമ്മൾ സാധാരണ ഉറക്കം ഓവറാവുന്നത് ശ്രദ്ധിക്കൽ. ആവശ്യത്തിനുള്ളത് നമ്മൾ ചെയ്യണം. ഇതിൽ തന്നെ നമുക്ക് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അവർ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത്, ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഹിദ്മത്ത്, ഇതൊക്കെ അവർക്ക് ഹലാലിൻ്റെ അപ്പുറത്തൊക്കെ സുന്നത്തും കൂടിയാണ്. അതുകൊണ്ട് എന്തല്ല അത് ഹലാലിൻ്റെ പരിധിയിൽ വരില്ല. അതേസമയം അതല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ഹലാലിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഉദാഹരണം, ഒരു പെണ്ണ് ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് സുന്നത്താണ്. അതേസമയം അവൾ ഒരു കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതോ സുന്നത്തല്ല, ഹലാലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഹലാലാണ് അവർക്ക് അധികരിക്കുന്ന ഒഴിവാക്കേണ്ടത്, സുന്നത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ നമ്മളൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. സുന്നത്ത് നമുക്ക് വേണ്ട, ഹലാൽ നമുക്ക് ഒരുപാട് വേണം. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഓരോ വിഷയത്തിലും ഒരു പുരുഷനാണെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് നോക്കുക, ഇതിൽ സുന്നത്താണോ ഹലാലാണോ നോക്കുക. അത് ഹലാലാണെങ്കിൽ അത് അവൻ കുറയ്ക്കുക, ആവശ്യത്തിനുള്ള മതി. സുന്നത്താണ് അവൻ എത്രയും വർദ്ധിപ്പിക്കാം. അള്ളാഹു തബാറക വ തആലയോടുള്ള സ്നേഹ സംഭാഷണത്തിൻ്റെ ആ ഒരു മാധുര്യം നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹലാലായ കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കണം എന്ന് പറയുന്നത്. ഒബിസദ്ദിഹിം അന്നാസി അൻ സബീലി ദീനിഹി സദ്ദൻ, അതായത് ജൂതന്മാർ ചെയ്തെന്താ, ജനങ്ങളെ ദീനിൽ നിന്ന് തടഞ്ഞു. കസീറൻ, ഒരുപാട്. വാഹദിഹിം ദിബ വഖദ്നുഹു അൻ, അതുപോലെ തന്നെ തൗറാത്തിൽ തൗറാത്തിൽ അവർക്കിത് വിലക്കപ്പെട്ടിരുന്നു, പലിശ. പക്ഷെ എന്നിട്ടും അവർ പലിശ സ്വീകരിച്ചു. വഖ്ലിഹിം അംവാലൻ നാസ് ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി അവർ ഭക്ഷിച്ചു. കുല്ലുഹാദിഹി ഇർതഖബു, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് വലിഹാദ ഹറം അള്ളാഹു അലൈഹിം തയ്യിബാത്ത് മിനർ റിസ്ക്കിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ അവർക്ക് അള്ളാഹു ഹറാമാക്കി. അതന്നാൽ കാഫിരീന മിൻഹും അദാബൻ അലീമ, അവരിൽ നിന്നുള്ള കാഫിരീങ്ങൾക്ക്, സത്യനിഷേധികൾക്ക് അള്ളാഹു നരകം, അലീമൻ ഹുവ നാർ, വേദന തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ ഇതിനൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തെറ്റുകൾ മുഴുകിയാൽ എന്ന് പറഞ്ഞല്ലോ, തെറ്റുകൾ ധാരാളമാക്കിയാൽ അത് കാരണമായി നമുക്ക് തൊയ്യിബാത്തുകൾ, നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തെറ്റുകൾ മുഴുകിയാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന തെറ്റുകൾ എന്താണ്? തെറ്റുകൾ എവിടുന്നാണ് ഇതൊക്കെ ഉത്ഭവിക്കുന്നത്, എവിടെയാണ്? അപ്പോൾ അതിനെക്കുറിച്ച് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിക്കുകയാണ്. ജുംലത്തുൽ കബായിർ, മൊത്തം തെറ്റുകൾ, തൻഷഉ മിൻ സലാസ അഷിയ, 3 കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത്തിബാ ഉൽ ഹവ, അതായത് ദേഹേച്ഛകൾ പിന്തുടരുന്നത്. വലാ തത്തബിൽ ഹവ, നിങ്ങൾ ദേഹേച്ഛനെ പിന്തുടരരുത്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫയുദില്ലുക അൻ സബീലില്ല, അത് നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കും. ഇപ്പോൾ ദേഹേച്ഛതകളെ പിന്തുടരാൻ പാടില്ല. അതുപോലെ അദ്ദലാലത്തു വൽ ബിദ്അ, വൈകേടും ബിദ്അത്തുമൊക്കെ നിങ്ങൾക്കത് ഉണ്ടാക്കിത്തരും ദേഹേച്ഛകളെ പിന്തുടരുന്നത്. വതഫസ്സുഹു വതകബ്ബുർ, അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നതും കിബർ കാണിക്കുന്നതൊക്കെ ആ ദേഹേച്ഛകൾ പിന്തുടരുന്നതിൽ നിന്നുണ്ടാവുന്നതാണ്. കുല്ലു ഹാദിഹി കബായിർ, ഈ വൻതെറ്റുകളെല്ലാം തൻഷഉ ഫി ഇത്തിബാഉൽ ഹവ,
ദേഹേച്ഛകളെ പിന്തുടരുന്നത് കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. ഫൈത്തിബാഉൽ ഹവ അവലൻ, അതുകൊണ്ട് തന്നെ തെറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആദ്യമായി ഉണ്ടാവുന്നത് ദേഹേച്ഛകളെ പിന്തുടരുന്നതുകൊണ്ടാണ്. വഹുബ് ദുനിയ സാനിയൻ, രണ്ടാമതായി തെറ്റുകൾ ഉണ്ടാവുന്നത് ഹുബ് ദുനിയ, ദുനിയാവിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. വഹുബ് ദുനിയ റഅസു കുല്ലു ഹതീഅത്തിൻ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ് ദുനിയ റഅസു കുല്ലു ഹതീഅത്തിൻ, ദുനിയാവിനെ സ്നേഹിക്കുന്നതാണ് റഅസു കുല്ലു ഹതീഅത്തിൻ, എല്ലാ തെറ്റുകളുടെയും തല, അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദുനിയാവിനെ സ്നേഹിക്കുന്നതാണ്. ബിഹുബ്ബ് ദുനിയ യഖ്തുലുൽ ഇൻസാനു നഫ്സ്, ഈ ദുനിയാവിന് വേണ്ടിയാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത്. വയാക്കുൽ റിബ, ഈ ദുനിയാവിന് വേണ്ടിയാണ് മനുഷ്യന് പലിശ ഭക്ഷിക്കുന്നത്. വയാക്കുൽ അംവാലന്നാസ് ബിൽ ബാത്തിൽ, മറ്റുള്ളവരുടെ പൈസ സ്വത്തൊക്കെ അപഹരിക്കുന്നത്. വയാക്കുലു അംവാലുൽ യതാമ, യതീമക്കളുടെ സ്വത്ത് അപഹരിക്കുന്നത്, തിന്നുന്നത്. വയഖ്സിമു ബില്ലാഹി യമീന അൽ ഉമൂസ്, അള്ളാഹുവിനെ തൊട്ട് കള്ളസത്യം ചെയ്യുന്നത് ഒക്കെ ദുനിയാവിന് വേണ്ടിയാണ്. വയുആദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ എതിർക്കുന്നത്, ശത്രുത വെക്കുന്നത്. യുബ്ഗിദുഹും, അവരെ വെറുക്കുന്നത്. വയഹ്സുദുഹും, അവരോട് അസൂയ വെക്കുന്നത്. വയതക്കബ്ബറു അലൈഹിം, അവരെ മുമ്പിൽ കിബർ കാണിക്കുന്നത്. വയതആബുഹും, അവരെ ഈബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത്. വയസ്ആ ബിൻ നമീമത ബൈനിഹിം, അതുപോലെ തന്നെ അവരെ നമീമത്ത് പറയുന്നത്, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് അവരുടെ തെറ്റിക്കുന്നത്. കുല്ലുഹാദ, ഇതെല്ലാം വലാ നിഹായത ലി കബാർ, ഇതിന് അറ്റല്ല, എത്രയോ ഉണ്ട് ഇങ്ങനെ. മൻഷാത്ത് ഹുബ്ബ് ദുനിയ, ഇതൊക്കെ ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് വരുന്നതാണ്. തെറ്റുകൾ ഇപ്പോൾ ഒന്ന് നമ്മൾ ദേഹേച്ഛകളെ പിന്തുടരുന്നത് കൊണ്ടുണ്ടാവും, രണ്ടാമത്തത് ദുനിയാവിനെ സ്നേഹിച്ചത് കൊണ്ടുണ്ടാവും. വസാലിസു, മൂന്നാമത്തത് റുഇയതു മാ സിവല്ലാഹു തബാറക വതആല, അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നതിന് തൊട്ടുണ്ടാവും. ഇപ്പോൾ തെറ്റുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഫുൾ ടൈം ഖുർആൻ ഓതുകയാണ്, സലാത്തല്ലാണ്, വേറെ ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാലും മൂന്നാമതൊരു തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്താണ്? അത് അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നതാണ്. ഇവൻ നമ്മൾ അമലുകൾ കാണുന്നത് പോലും. അതുകൊണ്ട് ആൾക്കാരെന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, ഞാൻ വലിയ സ്ഥാനത്തുള്ള ആളാവണം, എന്നെങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കണം ആൾക്കാർ, എന്നോട് അനാദരവ് കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്, കാരണം ഞാൻ വലിയ ആളല്ലേ, ഞാൻ അമൽ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? റുഇയതു മാ സിവല്ലാഹു തബാറക വതആല, അല്ലാത്ത ഒന്നിനെ കാണുന്നത് കൊണ്ടാണ്. എല്ലാത്തിനും അല്ലാഹുവിനല്ലാതെ ഒന്നിനെയും കാണാൻ ഒരിക്കും പറ്റൂല, ഒരു ശരീഅത്തിലുള്ളവർക്കും പറ്റൂല. കാരണം എല്ലാത്തിലും അള്ളാഹിൻ്റെ പ്രവർത്തനത്തിനെ അവർക്ക് കാണാൻ പറ്റൂ. അപ്പോൾ അള്ളാഹിൻ്റെ പ്രവർത്തനത്തെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവന് സ്വന്തം പ്രവർത്തനത്തെ കാണാൻ പറ്റുക? അവൻ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൂടെ അവൻ അള്ളാഹു അല്ലേ പ്രവർത്തിച്ചത്, പിന്നെ എങ്ങനെയാണ് അവന് എൻ്റെ ഇബാദത്താണെന്ന് പറയാൻ സാധിക്കുക? റുഇയതു ആയിലില്ലാഹി തഹ്മിലുൽ ഇൻസാൻ അൻ ഹുബ്ബ് റിയാസ, അതായത് അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നത് മനുഷ്യനെ നേതൃപദവി ആഗ്രഹിക്കുന്നതിനെ തൊട്ട് എത്തിക്കും. അതായത് നേതൃത്വത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചും ഒരു ദീനീയപരമായ നേതൃത്വം, ആത്മീയ നേതൃത്വം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ, ആളുകളെ പുറമെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു മനുഷ്യൻ എങ്ങനെ പോകുന്നു, ആളുകൾ ഇങ്ങനെ അവരെ കൈമുത്തുന്നു, എല്ലാ കാര്യത്തിനും ഓരോ പേരിൽ ഓരോരുത്തേക്ക് പോകുന്നു, ദുആ ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ ബാഹ്യമായ കുറേ കാര്യങ്ങളാണ് കാണുന്നത്. എനിക്കും അതുപോലെ ആവണമെങ്കിൽ, എനിക്കും അവിടെ നേതാവാവണം, എല്ലാവരും എന്നോട് ചോദിക്കണം, ഞാനിങ്ങനെ എല്ലാവർക്കും ഉത്തരം നൽകണം, അങ്ങനെ ഒരു ഫീലിംഗ് വരണം, ഞാൻ എല്ലാവർക്കും നേതാവാണെന്നേ ആൾക്കാർ കാണുള്ളൂ. യഥാർത്ഥത്തിൽ അള്ളാഹിനെ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയല്ല തോന്നുക, അവർക്ക് പേടിയാണ് തോന്നുക. കാരണം ഒരാൾ നേതാവായാൽ അവന് കീഴിലുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് അവനുണ്ടാവുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ തേടുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അവന് നിർബന്ധമാവും. അവരുടെ വിഷയങ്ങൾ അവനോട് ചോദിക്കപ്പെടും. അവരോട് കടമകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങളോ ഇതൊക്കെ അവൻ്റെ മുമ്പിൽ ഉത്തരം ചോദിക്കപ്പെടും. പക്ഷേ അതേസമയം ഒറ്റക്കാണ് അതൊന്നും പ്രശ്നമില്ല, ആരും ഒന്നും ചോദിക്കില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു നേതാവാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവ്. അള്ളാഹു വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ അവിടെ കാണുന്ന ആളുകൾക്ക് അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് മനസ്സിലാവുക. അതേസമയം ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു
എന്തോ ഒരു ദുനിയാവ് കിട്ടിയ പോലെ ഫീൽ ചെയ്യാം. ദുനിയാവ് തന്നെ ഏറ്റവും വലിയ ദുനിയാവ് കിട്ടിയ പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ അവരെന്ത് ചെയ്യും? നേതാവാൻ ആഗ്രഹിക്കും. വഹുബു റിയാസത്തി, എന്നാൽ ഈ നേതാവാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഹുവ അത് കഅബത്തു അല്ലത്തി, അതൊരു കാബയാണ്, അല്ലത്തി യതൂഫു ബിഹ ജമീഉ ശുറൂർ, അതിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ തെറ്റുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തവാഫ് ചെയ്യുന്നതാണ് എല്ലാ തെറ്റുകളും. നേതാവാൻ ആഗ്രഹിക്കുക എന്നുള്ള തെറ്റ്. അപ്പം നമ്മൾ വിചാരിക്കും എനിക്കൊരു നേതാവാനുള്ള ആഗ്രഹമുള്ളൂ, വേറൊരു ആഗ്രഹം എനിക്കില്ല, വേറൊരു തെറ്റ് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റ് മതി, ബാക്കി എല്ലാ തെറ്റും അതിന് ചുറ്റും കറങ്ങിക്കോളും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. വൈത്തിബാഉൽ ഹവ ഹുബ്ബു ദുനിയ വറുയത്തു അഹ്ലില്ലാ, ദേഹേച്ഛകളെ പിന്തുടരുന്നതും ഹുബ്ബു ദുനിയ, ദുനിയാവിനെ സ്നേഹിക്കുന്നതും വറുയത്തു അഹ്ലില്ലാ, അള്ളാഹു അല്ലാത്തതിനെ കാണുന്നതും, ഹാദിഹി സലാസത്തു, ഈ മൂന്നെണ്ണാണ് മൻശഉ ജുംലത്തുൽ ഖബായിർ, വൻ തെറ്റുകളൊക്കെ ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹലാലും തൊയ്യിബായ ഹലാലായ കാര്യങ്ങൾ അള്ളാഹു നൽകുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ തെറ്റുകളിൽ നിന്നാണ് മാറിയിരിക്കേണ്ടത്? ദേഹേച്ഛകളിൽ നിന്ന് വരുന്ന തെറ്റുകൾ, ദുനിയാവിനെ കൊതിക്കുന്നതിൽ നിന്ന് വരുന്ന തെറ്റുകൾ, അല്ലല്ലാത്ത ഒന്നിനെ കാണുന്നതിന് തൊട്ട് വരുന്ന തെറ്റുകൾ, ഈ 3 തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക അൻ യൻസിലു ഫീകും ഇബ്നു മറിയം, മറിയബിൻ്റെ പുത്രനായ ഈസാ നബി അലൈഹി സ്വലാം നിങ്ങളിലേക്ക് ഇറങ്ങാനായി. ഇദാ റഅയ്തുമൂഹു ഫഅരിഫൂ, അവർ നിങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ, അവരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ അറിയണം, തിരിച്ചറിയണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടയാളം പറഞ്ഞുതരാം. റജുലുൻ മർബൂഉൽ ഖാമത്ത്, ഒരു ഇടത്തരം പൊക്കമുള്ള ആളായിരിക്കും. ഭയങ്കര പൊക്കമുള്ള ആളുമല്ല, ഭയങ്കര കുറിയ ആളുമല്ല, ഇടത്തരം പൊക്കമുള്ള ആളായിരിക്കും അദ്ദേഹം. അഹ്മർ, അദ്ദേഹം ഒരു ഇരുനിറക്കാരനായിരിക്കും. അഹ്മർ എന്ന് പറഞ്ഞാൽ ഒരു തവിട്ട് നിറം, ആ നിറമുള്ള ആളായിരിക്കും. ഷഅറുഹു ജഅദുൻ, അദ്ദേഹത്തിൻ്റെ മുടി ഇങ്ങനെ ചുരുളമുടിയായിരിക്കും. കാന്നഹു യഖ്തുറു മിൻഹു മാ, ആ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ തോന്നും. അങ്ങനത്തെ ഇങ്ങനെ മിനിസറുള്ള ചുരുളമുടി ഉണ്ടാവല്ലോ, അങ്ങനത്തെ മുടിയായിരിക്കും. കാന്നഹു ഹർജ മിനൽ ഹമാം, അവൻ പിന്നെ നമ്മൾ ഉളൂക്ക് എടുത്ത് വന്നിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഈ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റി പോകുന്ന പോലെ തോന്നുമല്ലോ, അതുപോലെയുള്ള ഒരവസ്ഥയിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ രൂപം പറഞ്ഞത്. ഇതുപോലുള്ള ഒരാളായിരിക്കും നിങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണമെന്ന്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യൻസുലു ഫി ആഖിർ സമാൻ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ആഖിർ സമാനിലാണ് ഇറങ്ങി വരിക. വലൈസ ഫി ഹാദാ തഫ്ദീലുഹു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹി സ്വലാം ആഖിർ സമാനിലാണ് വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്തുള്ള ആക്കുന്നില്ല. അവസാനത്ത് വന്നതുകൊണ്ട് എന്താവുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും വലിയ മഹാനായി ഈസാ നബി അലൈഹി സ്വലാം ആവുന്നില്ല. കാരണം നമ്മൾ പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരുടെ ഖത്മാണ്. കാരണം അവസാന ആളാണ് സംഭവം, അവസാനം ഖത്മാണ്, അവസാനമുള്ള ആളാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ അവസാനമായതുകൊണ്ടല്ല വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം വന്നത്. അവസാനമാണെന്നുള്ളത് 100% ശരി. അത് ആരെങ്കിലും അതിന് ശേഷം ഒരു നബി വരാനുണ്ടെന്ന് വിശ്വസിച്ച് അവൻ കാഫിറായി. പക്ഷേ അവസാനമായതുകൊണ്ടല്ല വിശ്വാസങ്ങൾ വലുതായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശേഷം ഇനി ഒരു നബി വന്നാൽ പോലും, ഈസാ നബി അലൈഹി സ്വലാം നബിയായിട്ടല്ല വരുന്നത്, പക്ഷെ എന്നാലും നബി ആയിരുന്നല്ലോ. അപ്പോൾ അത് വന്നാൽ പോലും വിശ്വാസങ്ങളുടെ മഹത്വം അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിൽ നിന്നും ഖത്മുൽ വിലായയിലേക്കുള്ള സൂചനയുണ്ട്. ഖത്മുൽ വിലായ അവസാനത്തെ ആളാവണം നിർബന്ധമില്ല. അദ്ദേഹത്തിന് ശേഷം എത്ര ഔലിയാക്കന്മാർ വന്നാലും അദ്ദേഹം തന്നെയായിരിക്കും ഖത്മുൽ വിലായ. അപ്പോൾ സയ്യിദിന ഈസാ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഏറ്റവും അഫ്ളൽ, ശേഷം ഈസാ നബി വന്നാൽ പോലും. കാരണം ഈസാ നബി അലൈഹി സ്വലാം വിലായത്തും കൊണ്ടാണ് ഇനി വരുന്നത്. ഫൈനമൽ വിലായത്തുൽ മുഹമ്മദിയ, കാരണം മുഹമ്മദിയ വിലായത്ത് ബുദിഅത്ത് ബിൻ നബി വഹുവ ആദം, അത് തുടങ്ങിയത് ഒരു നബിയിൽ നിന്നാണ്, അത് ആദം നബി അലൈഹി സ്വലാമാണ്. വസതുഖ്തമു ബിൻ നബിയിൻ, അതുപോലെ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും ഒരു നബിയിൽ നിന്ന് നബിയിലേക്ക് ചെന്നെത്തി അത് അവസാനിക്കും. വഹുവ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഈസാ നബി അലൈഹി സ്വലാമാണ്.
ആ വിലായത്ത് അവസാനിക്കുന്ന എന്താണ്, അത് ആമായ ഖത്മുൽ വിലായത്താണ് എന്നൊക്കെ നമ്മൾ ബുഗയത്തിൻ്റെ ദർസിൽ പഠിച്ചിരുന്നു. എന്നാൽ ഖാസായ ഖത്മുൽ വിലായത്ത് അത് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ മാത്രം. ഈസാ നബിക്ക് ശേഷം വേറൊരു വലിയും ഉണ്ടാവില്ല. എന്നാൽ സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾക്ക് ശേഷം ഔലിയാക്കന്മാരുണ്ടാവും. ഫൈന വിലായത്തുൽ മുഹമ്മദിയ നഅം ശരിയാണ്, യൂജദു ഹത്മു ആമൻ വ ഹാസൻ ബൈന ഹാദിൽ ഹത്മീൻ. എന്നാൽ ഹത്മ് ആമും പൊതുവായ ഹത്മും പ്രത്യേകമായ ഹത്മും ഒക്കെ ഉണ്ട് ഈ രണ്ട് ഹത്മിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് ഞാൻ ബുഗയിൽ പറഞ്ഞ ആ വിഷയത്തിലേക്കുള്ള സൂചനയാണ്. അതായത് അതിൻ്റെ ഇടയിൽ അഹമ്മദ് തിജാൻ തങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന്. ഇതാ തുവഫ ഈസാ നബി അലൈഹി സ്വലാം വഫാത്താവുമ്പോൾ സൗഫ യുദ്ഫനു ഇന്ദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകളെ ഖബറടക്കപ്പെടുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്താണ്. അബീ ബക്കറിൻ വ ഉമറുല്ലാൻ്റെ അബൂബക്കർ സിദ്ദീഖുല്ലാൻ്റെ അടുത്ത്, വറാ ഉമറുല്ലാൻ്റെ ഖബറിൻ്റെ അപ്പുറത്തായിട്ട് പിന്നിലായിട്ട്. വയഖ്റജു അബൂബക്കറിൻ വ ഉമർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളും പുറത്തു വരും യൗമുൽ ഖിയാമത്ത് നാളിൽ. ബൈന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഈസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് അമ്പിയാക്കന്മാരുടെ ഇടയിലായിക്കൊണ്ടായിരിക്കും അവർ പുറത്തു വരിക. കാരണം ഒരു ഭാഗത്ത് സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറുഭാഗത്ത് സയ്യിദിന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവും. ബൈദ എങ്കിലും അന്ന ഈസ ഇദാ നസൽ ആഖിറൻ, ഈസാ നബി അലൈഹി സ്വലാം അവസാനത്തിൽ വരുമ്പോൾ ലാ യഅതി ബിസിഫാത്ത് നബിയ്യൻ, അദ്ദേഹം വരുന്നത് ഒരു നബി എന്ന വിശേഷണത്തോടു കൂടി ആവില്ല. യഅതി വലിയൻ വാഹിദൻ മിൻ ഉമ്മത്തി ഫഖത്ത്, അദ്ദേഹം വരുന്നത് ഈ ഉമ്മത്തിലൊരു വലിയായിട്ട് മാത്രമായിരിക്കും. യഹ്കുമു ബി ശരീഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വെച്ചായിരിക്കും മഹാനവറുകൾ വിധി കൽപ്പിക്കുക. ലാ യഅതി ബി സിഫാത്ത് നബിയൻ, അദ്ദേഹം ഒരു നബീൻ്റെ സിഫാത്ത് വിശേഷണമൊന്നും കാണിക്കൂല. വലിയത്തി വലിയൻ ലൈസ ലഹു ഇസ്തിഖ്ലാലൻ, സ്വതന്ത്രമായ ശരീഅത്തൊന്നുമില്ലാതെ വേറൊരു നബീനെ പിന്തുടരുന്ന രൂപത്തിലുള്ള ഒരു വലിയായിട്ടായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. അന്നബി മുസ്തഖില്ലുൻ, ഒരു നബിക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്രമായ ശരീഅത്തിന്. വലിയു താബിയുൻ, എന്നാൽ വലിയ ആ നബീനെ പിന്തുടരുന്ന ആളാണ്. വഹുവ ഇദാ ജാ ആഖിറു ജമാൻ, അതുകൊണ്ടാണ് ആഖിറു ജമാൻ യകൂനു വലിയൻ താബിയൻ ലാ നബിയൻ മുസ്തഖിലൻ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുന്ന ഒരു വലിയായിട്ടാണ് വരിക, അല്ലാതെ നബിയായിട്ടല്ല. അഷ്റു അബൂബക്കർ ഉമർ ബൈന നബിയ്യൻ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളും രണ്ട് നബിമാർക്കിടയിൽ ആണ് പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്നത് ഹാദാ മിൻ മസായാഹുമ, അവരുടെ രണ്ടുപേരുടെയും പ്രത്യേകതയിൽപ്പെട്ടതാണ്. പിന്നെ ആയത്തൊന്നുകൂടി ശേഖർ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് അതിൽ വാക്കലിഹിം അംവാലൻ നാസ് ബിൽ ബാത്തിൽ എന്നതിനൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അവർ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നവരാണെന്ന് പറഞ്ഞാൽ ബിദിഷാഫിൽ ഹുക്കും, അത് അവരുടെ വിധി കൽപ്പിക്കുന്നതിന് കൈക്കൂലി വാങ്ങുന്നവരാണ്. പണ്ഡിതന്മാരാണ് അവർ, തൗറാത്തിലെ പണ്ഡിതന്മാരാണ്. പക്ഷേ ആ പണ്ഡിതന്മാർ ഓരോ ആളുകൾക്ക് കൈക്കൂലി വാങ്ങിയിട്ട് അവർക്ക് തോന്നുന്ന രൂപത്തിൽ വിധി കൊടുക്കുകയായിരുന്നു. അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരാണ് അവർ. റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി ബറൂസി റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഫി തിലാവത്തിൻ നജ്മിയ്യ എന്ന കിതാബിൽ കാണാൻ ഉക്ത, ഇതിലൊരു സൂക്ഷ്മമായ ഒരു കാര്യം. ഖലലഹും, ഈ ജൂതന്മാരോട് അള്ളാഹു പറഞ്ഞു, ഹറംന അലൈഹിം ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ മോശം പ്രവർത്തനങ്ങൾ കാരണം നല്ല ഹലാലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടു. എന്നാൽ വക്കാലന, നമ്മളെ വിഷയത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ വിഷയത്തിൽ പറയപ്പെട്ടു, വയുഹില്ല ലഹും ത്വയ്യിബാത്ത്, നല്ലതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ആയത്ത് പറഞ്ഞു, കുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹലാലും ത്വയ്യിബും ഒക്കെ ആയിട്ടുള്ള റിസ്ക് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാരുടെ വിഷയത്തിൽ കുറേ ഹലാലായ കാര്യം അള്ളാഹു ഹറാമാക്കി എന്ന് പറഞ്ഞു. നമ്മുടെ വിഷയത്തിൽ എല്ലാ ഹലാലായ കാര്യങ്ങളും ത്വയ്യിബായ നല്ല കാര്യങ്ങളും അള്ളാഹു നമുക്ക് ഹലാലാക്കി എന്നും പറഞ്ഞു. ഫലം യുഹദ്ദിം അലീന ഷൈഅൻ, അള്ളാഹു നമുക്കൊന്നും ഹറാമാക്കിയില്ല. ബിദുനൂബിന, നമ്മളെ തെറ്റുകൾ കൊണ്ട്.
അപ്പോൾ നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്ത വിശ്വാസങ്ങൾ ഉമ്മത്തിന്. നമ്മളെ തെറ്റുകൾ കാരണം നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാഹ്യമായ ഹലാലായ കാര്യങ്ങളൊന്നും നമുക്ക് ഹറാമാക്കപ്പെട്ടിട്ടില്ല. നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് നാളെ മുതൽ ഇനി ആടിന് ഭക്ഷിക്കാൻ പറ്റൂല, നാളെ മുതൽ ഇനി കോയിന് ഭക്ഷിക്കാൻ പറ്റൂല എന്ന് വരുന്നില്ല. വകമാ ആമന്ന ബി തഹരീമി ത്വയ്യിബാത്തി ഫി ഹാദിൽ ആയ. അപ്പോൾ നമ്മൾ തെറ്റുകൾ കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ ഹറാമാക്കപ്പെടാത്തത് നർജു അന്നുമിനന ഫിൽ ആഖിറ ഫി അദാബിൻ അലീം. അള്ളാഹുവിൻ്റെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്ത്? നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ തെറ്റുകൾ കൊണ്ട് നമ്മളെ ശിക്ഷിക്കൂല എന്നുള്ളതും. കാരണം ഈ ആയത്തിൽ അള്ളാഹു 2 കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ഈ ആയത്ത് നോക്കൂ. എന്ന് പറയുന്നുണ്ട്. അവരുടെ തെറ്റുകൾ കൊണ്ട് അള്ളാഹു അവർക്ക് നല്ല കാര്യങ്ങൾ ഉഹില്ലത്തിലും അവർക്ക് ഹലാലായ കാര്യം അവർക്ക് ഹറാമാക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതേ അടുത്ത ആയത്തിൽ അള്ളാഹു എന്ത് പറയുന്നുണ്ട്? അതിനിങ്ങനെ തുടർന്ന് വന്നിട്ട് വാത്തന്നാൽ കാഫിരീന മിൻഹും അദാബൻ അലീമ, അവരിൽ നിന്നുള്ള കാഫിരീങ്ങൾക്ക് അള്ളാഹു വലിയ ശിക്ഷ കൊടുക്കുന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ ആയത്തിൽ പരലോകത്തെ ശിക്ഷയെ കുറിച്ച് പോലും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ശേഖറുകൾ പറയാം, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മളെ തെറ്റുകൾ കൊണ്ട് നമ്മൾക്ക് ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കപ്പെട്ടിട്ടില്ലല്ലോ. അതുപോലെ നമ്മൾ തെറ്റുകൾ കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നാളെ പരലോകത്ത് നമ്മൾ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യാം. ജൂതന്മാർ ഇപ്പോൾ ശിക്ഷിച്ചതുപോലെ ശിക്ഷിക്കണം എന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവർ കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് കൊണ്ടും ഒക്കെ നമ്മൾ തെറ്റുകൾ കൊണ്ട് അള്ളാഹു ശിക്ഷിച്ചില്ല എന്ന് വരാം. അള്ളാഹുവിൻ്റെ അടുത്ത് അത് പ്രതീക്ഷിക്കാലോ എന്ന് പറഞ്ഞു. മിൻ അദാബിൻ അലീം ലിഅന്നഹു ജമാ ബൈനഹ ഫി ദിക്രി ഫി ഹാദിൽ ആയ. കാരണം ഈ ആയത്തിൽ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഹലാലായ കാര്യങ്ങൾ അവർക്ക് ഹറാമാക്കുന്നും പറഞ്ഞിട്ടുണ്ട്, പരലോകത്തെ ശിക്ഷിക്കുന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു നമ്മളെ തെറ്റുകൾ കാരണം ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ പ്രതീക്ഷ അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കാം. വക്കാലാഹുൽ ഇഷാറ, ആത്മീയമായ സൂചനയുടെ ഭാഷയിൽ സംസാരിക്കുന്നവർ പറഞ്ഞു, ഇർത്തികാബുൽ മഹ്ദൂറാത്തി, തെറ്റുകളിൽ മുഴുകുന്നത്, യൂജിബു തഹരീമുൽ മുബാഹാത്ത്, നല്ല കാര്യങ്ങൾ നല്ലത് നമുക്ക് നഷ്ടപ്പെടുന്നതിന് തൊട്ട് നല്ലത് നമുക്ക് ഹറാമാക്കുന്നത് നിർബന്ധമാക്കും. വാനാക്കൂൽ, അപ്പോൾ ആ തഫ്സീർ നടത്തിയ മഹാൻ പറയാം, ഞാൻ പറയുന്നു, ഇസ്റാഫ് ഫിൽ ഇർത്തികാബുൽ മുബാഹാത്ത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല, മുബാഹാത്ത് അനുവദനീയമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നതും, യൂജുബു ഹിർമാനിൽ മുനാജാത്ത്, അള്ളാഹുമായിട്ടുള്ള സ്നേഹ സംഭാഷണങ്ങൾ മുഴുകുന്നതിൽ നിന്ന് നമ്മൾ തടഞ്ഞു കളയും. ഒരുപാട് ഹലാലായ കാര്യങ്ങൾ ചെയ്താലും പ്രശ്നമാണ്. ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് ഹലാലായ കാര്യങ്ങൾ ചെയ്യുന്നതും പ്രശ്നമാണ്. അത് നമ്മൾ അള്ളാഹുവിനോടുള്ള സ്നേഹ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ തടഞ്ഞു കളയും. തഫ്സീർ ലതായിഫുൽ ഇഷാറാത്തിൽ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. യഖൂലു, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇർത്തികാബുൽ മഹ്ദൂറാത്ത്, തെറ്റുകളിൽ മുഴുകുന്നത്, യൂജുബു തഹരീമുൽ മുബാഹാത്ത്, അനുവദനീയമായ ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കുന്നത് നിർബന്ധമാക്കും. ഫമൻ റഖിബ മഹ്തൂറത്തുൻ ബില്ലാഹിർ, ഈ ഒരു കാര്യം സൂക്ഷിച്ച് മനസ്സിലാക്കണേ. ഫമൻ റഖിബ മഹ്ലൂറൻ ബില്ലാഹിർ, ബാഹ്യമായ ഒരു തെറ്റിൽ ആരെങ്കിലും മുഴുകിയാൽ, ഹുരിമ മാ കാന യൂജിദുഹു മിനൽ അഹ്വാലിൽ മുബാഹാത്ത്, അല്ലാഹു തആല അവന് ഹറാമാക്കും, മാ കാന യൂജിദ്, അവൻ കണ്ടെത്തിയത്, മിനൽ അഹ്വാലിൽ മുബാഹാത്ത്, അവന് അനുവദനീയമായ ആത്മീയമായ ഹാലുകളിൽ നിന്ന് അവൻ കണ്ടെത്തിയത്, വ അൽതാഫിൽ ഹാസിലത്ത് ഫി സറായിരി, അവൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന പ്രത്യേകമായ ആത്മീയ രുചികളും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അള്ളാഹു അവന് ഹറാമാക്കും. അപ്പോൾ തെറ്റുകൾ മുഴുകിയാൽ വിശ്വാസങ്ങൾ ഉമ്മത്തിന് ഇത് അധികം ഹലാല് ഹറാമാക്കപ്പെടുന്നില്ലല്ലോ ബാഹ്യമായിട്ട്. അങ്ങനെ വരുമ്പോൾ എന്താ അവർക്ക് സംഭവിക്കുക? ഒരു ആരിഫായ മനുഷ്യൻ അല്ലെങ്കിൽ അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യൻ തെറ്റുകളിൽ മുഴുകിയാൽ അവൻ ഉള്ളിൽ അനുഭവിക്കുന്ന കുറേ അള്ളാഹുവിൻ്റെ ആത്മീയമായ രസങ്ങളുണ്ടാവും. അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യത്തിൻ്റെ, അള്ളാഹുവുമായിട്ടുള്ള അറിവിൻ്റെ, സ്നേഹ സംഭാഷണത്തിൻ്റെ രസങ്ങളുണ്ടാവും, ഒരുപാട് ആസ്വാദനങ്ങളുണ്ടാവും. ഈ തെറ്റുകൾ മുഴുകിയ കാരണം കൊണ്ട് അത് ഒറ്റയടിക്കും അള്ളാഹു ഹറാമാക്കും, കട്ട് ചെയ്യും. അത് പിന്നെ അനുഭവിക്കൂല തൗബ ചെയ്താലല്ലാതെ. അവൻ ആ തെറ്റിൽ മുഴുകുന്ന അവസ്ഥയിലാണോ അവൻ ഈ രുചി അനുഭവപ്പെടില്ല. ബാഹ്യമായി പറഞ്ഞാൽ അവന്
ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു രസം ഉണ്ടാവും. അവൻ നിസ്കരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന രസം ഉണ്ടാവും. ദിക്റുമ്പോൾ ഉണ്ടാവുന്ന രസം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അവൻ അനുഭവപ്പെടുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെയും അള്ളാഹുവിനെ കാണുന്ന അനുഭവിക്കുന്ന രസങ്ങളൊക്കെ ഉണ്ടാവും. തെറ്റിൽ മുഴുകുന്നതോടുകൂടി രസങ്ങളൊക്കെ കട്ട് ചെയ്യപ്പെടും. പിന്നെ ഒരു ശൂന്യതയാണ് അവൻ അനുഭവപ്പെടുക. ഇത് വളരെ ഒരു വലിയൊരു എന്താ പറയുക, ചെറിയൊരു ഒറ്റ സെൻറ്റൻസ് ആണെങ്കിൽ പോലും ആ സെൻറ്റൻസിന് ഭയങ്കര ഒരു ആയമുള്ള അർത്ഥമുള്ള പോലെ ഫീൽ ചെയ്യാം. ബഹ്റുമദീദിൽ ബഹുമാനപ്പെട്ട ഇബ്നു ജിബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, യാലം നിങ്ങളറിയണം, അന്ന കുല്ലു ഗഫലത്തിൻ, എല്ലാ തെറ്റിനെപ്പോൾ 3 രൂപത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. തെറ്റ് എന്ന് പറഞ്ഞാൽ 3, ഇപ്പം അതിനെ 3 ദർജകളായിട്ടും കാണാം. തെറ്റെന്ന് പറയുമ്പോൾ 3 രീതികളാണ്. എല്ലാം നിങ്ങളറിയണം, അന്നക്കുല്ല ഗഫലത്തീൻ, എല്ലാ ഗഫലത്തും. ഗഫലത്ത് പറഞ്ഞാൽ അള്ളാഹനെ മറക്കുന്ന അവസ്ഥ, അതൊരു ടൈപ്പ് തെറ്റാണ്. അപ്പോൾ ഗഫലത്തുള്ള ആൾ ചിലപ്പം നല്ലോണം ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടാവും, അള്ളാഹനെ മറന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഉള്ളിൽ ഗഫലത്തുണ്ടാവും, അള്ളാഹനെ മറന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് പിന്നെ ഒരു തെറ്റ്. വൽ മാസിയ, പിന്നെ ബാഹ്യമായ തന്നെ തെറ്റ്. പിന്നെ വസൂൽ അദബ്, അല്ലെങ്കിൽ അദബ് കേട് കാണിക്കുക, 3ാമത്തത്. ഇതിൽ ഏറ്റവും മോശപ്പെട്ടത് അദബ് കേടാണ്. അതിന് താഴെ തെറ്റുകളാണ്, അതിന് താഴെ ഗഫലത്താണ്. ഗഫലത്താണ് ഇതിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഇങ്ങനത്തെ തെറ്റുകളും, ഈ അള്ളാഹനെ തൊട്ട് മറക്കുന്ന അവസ്ഥയാവട്ടെ, തെറ്റുകളാവട്ടെ, അദബ് കേട് കാണിക്കലാവട്ടെ, ഇതൊക്കെ യുഹറമു മുർത്തഖിബുഹു ബിസബബിഹി, അതുകൊണ്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് ഹറാമാക്കും. മിൻ ലദീദി ത്വാഅത്ത്, അതായത് നന്മകൾ ചെയ്യുന്നതിലുള്ള ഒരു മാധുര്യം അതില്ലാണ്ടാക്കും. വഹലാവത്തുൽ മുഷാഹദാത്ത്, അതുപോലെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിലുള്ള ഒരു ഹലാവ, ഒരു മധുരമുണ്ട്, ആ മധുരം അവനില്ലാണ്ടാക്കും. അലാ ഖദ്രി, ഇതിൻ്റെ ഓരോന്നിൻ്റെ തോതനുസരിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളുടെ അഫലത്ത് ചെറിയ രൂപത്തിലുള്ള അഫലത്താണോ, അപ്പോൾ അവൻ്റെ ഇബാദത്തുള്ള മധുരം അതിനനുസരിച്ച് ചെറിയ രൂപത്തിൽ കുറയും. ഇപ്പം നമുക്കിത് മനസ്സിലാക്കാനുള്ള നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ രുചിച്ച് നോക്കിയാൽ മനസ്സിലാവുമല്ലോ പഞ്ചസാര ഉണ്ടോ ഇല്ലയെന്ന്. അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടി ഇടേണ്ടി വരില്ലേ? അതേപോലെ നമ്മൾ ഗഫലത്തിലാണോ നോക്കാനുള്ളൊരു അടിസ്ഥാനം ഇതൊന്ന് രുചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഗഫലത്തിലാണെങ്കിൽ ഗഫലത്തിൻ്റെ തോതനുസരിച്ച്, അള്ളാഹനെ മറക്കുന്നതിൻ്റെ തോതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മാധുര്യം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇന്നലെ ഖുർആൻ ഓതിയ നല്ല രസത്തിലായിരിക്കും, നല്ല ആസ്വാദനത്തിലായിരിക്കും. ഇന്നാണെങ്കിൽ ഉറക്ക് തൂങ്ങി അയങ്ങി വലിഞ്ഞിട്ടായിരിക്കും പോകും. അതെന്തോ ഒരു മല ചുമക്കണ പോലെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഇന്നലെ നിസ്കരിച്ച ഭയങ്കര രസത്തിലായിരിക്കും, ഇന്ന് നിസ്കരിക്കാൻ ഭയങ്കര ഒരു കഠിനം, ഒരു രസം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു മധുരം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു രസം നഷ്ടപ്പെട്ടു. അപ്പോൾ രസം കുറയുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അഫലത്ത് കൂടിയിട്ടുണ്ട്, അള്ളാഹനെ മറക്കുന്നത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്തത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തെറ്റുകളും അള്ളാഹനെ മറക്കുക ഒന്നും ഉണ്ടായിട്ടില്ല, ഒരൊറ്റ അദബുകേട് സംഭവിച്ചതാണ്. അള്ളാഹു ബഹുമാനിച്ച ഒരു മനുഷ്യനെ നമ്മൾ നിന്ദിച്ചു, അവരോടൊരു മോശം രൂപത്തിൽ പെരുമാറി, അവർക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഒരു വാക്കുണ്ടായി, ഒരു പ്രവർത്തനം ഉണ്ടായി, നോട്ടുണ്ടായി, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് കാര്യം അദബുകേട് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചു. സംഭവം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതോടുകൂടി കട്ടാവും. പിന്നെ നമുക്ക് ഒരു മധുരവും നമ്മൾക്ക് നിസ്കാരത്തിൽ അനുഭവപ്പെടില്ല, ഒരു ഓത്തിൽ അനുഭവപ്പെടില്ല, ദിക്റിൽ അനുഭവപ്പെടില്ല, ഒന്നിനും അനുഭവപ്പെടില്ല. അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതൊക്കെ നമുക്ക് എന്താണ് ഇപ്പോൾ സാക്ഷ്യം തന്നെ തോന്നിപ്പോവും, ഒന്നും ഉണ്ടാവില്ല, ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടും. ഇതൊക്കെ കട്ടായിപ്പോവും. അപ്പോൾ ബാഹ്യമായി എന്തൊക്കെയോ ചെയ്തു കൂട്ടും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോന്നിൻ്റെയും തോതനുസരിച്ച് ഈ മധുരവും രസവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഷഅറ ഔ ലം യശ്അർ, ഇതിപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാം, ചിലപ്പോൾ മനസ്സിലാവില്ല. മനസ്സിലായ അള്ളാഹു ഇത് കാരണമാണല്ലോ എന്ന് തോന്നി നമുക്ക് വേഗം തൗബ ചെയ്യാലോ. അള്ളാഹു തൗബ ചെയ്യാൻ ഒരാൾക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ ഇത് മനസ്സിലാവില്ല, ഇതുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. ഓനിത് മധുരം പോകുന്നുണ്ടാവും, പോയി ഇങ്ങനെ പോകുന്നു, വേറെന്തോ കാരണം കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഓന് മനസ്സിലാവുന്നത് അള്ളാഹു അവന് കൊടുക്കുന്ന വലിയൊരു തൗഫീഖാണ്. ഈ കാരണം കൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അവന് തിരുത്താലോ. അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്ന റഹ്മത്താണ്. എന്നാൽ ഒരാൾക്ക് അള്ളാഹു അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കരുതുക, അവൻ ആ അവസ്ഥയിലേന്ന് ഇട്ടേച്ച് പോകാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു അവന് മനസ്സിലാക്കി കൊടുക്കുകയില്ല. ഈ കാരണം കൊണ്ടാണ് എനിക്കിത് വരുന്നതെന്ന് അവന് ബോധ്യപ്പെടില്ല. അത്
അതുപോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ തൊട്ട് നമ്മൾ അകറ്റിക്കളയും. വഹുവലായിഷ് ഓർ അവനത് മനസ്സിലാവുന്നില്ല, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ തൊട്ട് അവന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ തെറ്റുകളിൽ അള്ളാഹുവിനെ മറക്കുന്നതിലും അതുപോലെ അദബുകേട് കാണിക്കുന്നതിലൊക്കെ ഒരുപാട് അവൻ പ്രവർത്തിക്കുമ്പോൾ, ഒരുപാട് അവനെ പ്രവർത്തിക്കുന്നതിന് തോതനുസരിച്ച് അവനിങ്ങനെ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇങ്ങനെ അകലുന്നത് പോലെ അവന് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യണമെന്നില്ല, അകലുന്നുണ്ട്, അവന് ഫീൽ ചെയ്യണമെന്നില്ല, അവന് അനുഭവപ്പെടണമെന്നില്ല. അതായത് അവനറിയാതെ തന്നെ ആ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. എങ്ങനെ നടക്കുക? മക്റൻ വൈസ്തിദ്റാജൻ. അവനത് അള്ളാഹു നടത്തുക, അവനറിയാതെ നടത്തുക. എങ്ങനെ അറിയോ? മക്റൻ വൈസ്തിദ്റാജൻ. അവനൊരു തന്ത്രം ഉപയോഗിച്ചിട്ടായിരിക്കും. വൈസ്തിദ്റാജൻ ഘട്ടം ഘട്ടമായി അവനെങ്ങനെ അതിൽ നിന്ന് വൈകേടിലേക്ക് കൊണ്ടുപോകുന്നൊരു ഇസ്തിദ്രാജ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒരു അള്ളാഹിൻ്റെ ഖലീഫനോട് അദബുകേട് കാണിച്ചൊരു മനുഷ്യൻ, ഓനെ ഒരൊറ്റയടിക്ക് അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തൊഴിവാക്കിയാൽ അവനത് ഈ കാരണം കൊണ്ടാകും ബോധ്യം വരില്ല. അപ്പോൾ അവൻ 2 കാര്യങ്ങൾ അള്ളാഹു കൊടുക്കും. അള്ളാഹിൻ്റെ ഖലീഫനെ എതിർത്ത ഒരു മനുഷ്യന്, അദബുകേട് കാണിച്ചൊരു മനുഷ്യന് 2 കാര്യങ്ങൾ കൊടുക്കും. ഒന്നാമത്തത് മക്കർ. അള്ളാഹു അവനിങ്ങനെ അവൻ്റേതായ ലോകത്തിങ്ങനെ വിട്ടുകൊടുക്കും. കുറേ കാഴ്ചകളും അനുഭവങ്ങളും അതും ഇതും ഒക്കെ കൊടുത്തിട്ട് അവനിങ്ങനെ രസിപ്പിക്കും. അപ്പോൾ അവനിങ്ങനെ ആ തന്ത്രത്തിൽപ്പെട്ട് ഇങ്ങനെ പോകും. വൈസ്തിദ്റാജൻ. പിന്നെ അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നടക്കും, കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവന് വിചാരിക്കും അവന് കുറേ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ അവന് വിചാരിക്കും ഇതൊക്കെ ഞാൻ നിൽക്കുന്ന വഴി ശരിയാണെന്നുള്ളതുകൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ ഇസ്തിദ്രാജ് ആയിരിക്കും. ഇസ്തിദ്രാജ് തന്നെ അള്ളാഹു ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവനിങ്ങനെ കൊണ്ടുപോവുക. നേരെ ഒരൊറ്റയടിക്ക് അവനെല്ലാം എടുത്ത് ഒഴിവാക്കിയാൽ അവനെന്തും തോന്നിപ്പോവും, അതാ ഞാൻ ആ മനുഷ്യനോട് എതിരായതുകൊണ്ടാണല്ലോ എന്ന് തോന്നിപ്പോവും. അതൊന്നും തോന്നരുത്. അപ്പോൾ പതിയെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്ത് ഒഴിവാക്കും. അവൻ അറിയുന്നില്ല ഈ കാരണം കൊണ്ടാണ് സംഭവിച്ചത്. ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അവസാനം എല്ലാം നഷ്ടപ്പെടും. ആരെ പോലെ പിന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഹമദാനി റളിയല്ലാഹു തങ്ങളെ കാണാൻ പോയ ഇബ്നു സക്കൻ്റെ ചരിത്രം പറഞ്ഞതുപോലെ, ഇബ്നു സക്ക യൂസുഫ് ഹമദാനിനെ കാണാൻ പോയത് മൂപ്പര് കാലഘട്ടത്തിൻ്റെ ഹൗസാണല്ലോ. മൂപ്പരൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോയതാണ്. പരിശോധിക്കാൻ വേണ്ടി പോയപ്പോൾ മൂപ്പർക്ക് സംഭവിച്ചത് ആ നിമിഷം തന്നെ അയാൾക്ക് ഈമാൻ പോയിട്ടൊന്നുമില്ല. മൂപ്പര് പരിശോധിക്കാൻ വേണ്ടി പോയപ്പോൾ യൂസുഫ് അൽ ഹമദാനി തങ്ങൾ പറഞ്ഞു, അന്നിൽ ഞാനൊരു കുഫർ കാണുന്നു. അപ്പോൾ മൂപ്പര് വിശ്വസിച്ചൊന്നുമില്ലേ, പിന്നെ ഞാൻ കാഫിറാവില്ലേ, ഞാൻ വലിയ പണ്ഡിതനാണ്. ആ കാലത്തെ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു സക്ക. മൂപ്പര ഡിബേറ്റിൽ മൂപ്പരോട് വാഗ്ദാനം നടത്തിയിട്ട് ജയിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പേടിയായിരുന്നു മൂപ്പരെ അത്രയും. അപ്പം പിന്നെ ഞാനിപ്പോൾ ഇസ്ലാം ഒഴിവാക്കാണല്ലോ പിന്നെ എന്നൊക്കെ മൂപ്പർ പറയുന്ന രൂപത്തിലാണ് മൂപ്പരുണ്ടായിരുന്നത്. പക്ഷേ പതിയെ അള്ളാഹു അവനങ്ങനെ വൈകേടിലാക്കി ആ വലിയ ചരിത്രമാണത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. വൈകേടിലാക്കി അവസാനം അവന് പഠിച്ചത് മുഴുവൻ മറന്നുപോയി. ലാസ്റ്റ് അവന് മരിക്കണ സമയത്ത് പന്നികളെയും പട്ടികളൊക്കെ കൂടെ കുപ്പത്തൊട്ടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അവരെ സുഹൃത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ കലിമ ചൊല്ലിത്തരല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലാൻ പോലും പറ്റാത്ത രൂപത്തിൽ കാഫിറായി ചത്തുപോയി ആ ഇബ്നു സക്ക. പക്ഷെ അവനും അപ്പോഴും മനസ്സിലായില്ല ഞാൻ ഇന്ന വലിയനെതിരായതുകൊണ്ടാണെന്ന്. കാരണം എന്തായി, അത് അള്ളാഹു ക്രമേണയാണ് സംഭവിപ്പിക്കുക. അവന് കുറേ വിജയങ്ങൾ കൊടുക്കും. ആദ്യം അള്ളാഹു അവന് കുറേ വിജയങ്ങൾ കൊടുത്ത് ഈ വലിയനെതിരായപ്പോൾ തന്നെ അള്ളാഹു കുറേ വിജയങ്ങൾ കൊടുത്തു. സംവാദങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു, ഉഷാറാക്കി. അപ്പോൾ അയാൾ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്തു. അപ്പോൾ ആളുകൾക്ക് പിന്നെ ഇയാളെങ്ങനെങ്കിലും ഒഴിവാക്കണം, ഇയാളെങ്ങനെങ്കിലും തോൽപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ശത്രുക്കൾ പിന്നെ തന്ത്രം പണിയാൻ തുടങ്ങി. അങ്ങനെ അയാളൊരു പെണ്ണിനെ കൊണ്ട് വശീകരിപ്പിച്ചു. അങ്ങനെ ആ പെണ്ണ് ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ അയാൾ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനി ആയാലല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന്. കുറച്ച് നേരത്തേക്കല്ലേ ക്രിസ്ത്യാനാവാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് നേരം ക്രിസ്ത്യാനിയായി. പിന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്നും പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്നില്ല എന്ന്. പിന്നെ ക്രിസ്ത്യാനി ആയപ്പോൾ പിന്നെ തിരിച്ചു വരാൻ മൂപ്പർക്ക് പറ്റിയില്ല. ഈമാൻ വന്നില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോയി. മൂപ്പരെന്നെ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പോയി ലാസ്റ്റ് ഒന്നുമില്ലാണ്ടായി. ഈ ഒരു മരണത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ എന്താ അയാൾ ചെയ്ത തെറ്റ്? ഒരു അദബുകേട് കാണിച്ചതാണ്. അള്ളാഹിൻ്റെ വലിയനെ കാണാൻ പോകുമ്പോൾ മൂപ്പരൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ചെയ്തില്ല, വേറെ ഒരു തെറ്റും അയാൾ ചെയ്തില്ല.
മൂപ്പരൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അള്ളാഹു അങ്ങോട്ട് അള്ളാൻ്റെ തന്ത്രം അള്ളാഹ് അങ്ങോട്ട് പരീക്ഷിക്കാൻ വിചാരിച്ചു മൂപ്പരെ. അള്ളാഹിൻ്റെ മക്കള അവിടെ അങ്ങനെ വെളിവാക്കി സ്ഥിതിരാജ് കാണിച്ചു കൊടുത്തു. എങ്ങനെ അവൻ മനസ്സിലായില്ല, അവൻ പോകുന്ന പോക്ക് മോശമാണ്. അവസാനം മരിക്കണ വരെ അവന് മനസ്സിലായില്ല. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കുമ്പോഴും മനസ്സിലായില്ല, ഞാൻ ഈ വലിയനെതിരായിട്ടാണല്ലോ ഇങ്ങനെ ആയത്. അള്ളാഹു കൊടുക്കുന്ന ഇസ്തിറാജ് മക്രുവാണ്, അള്ളാഹു കാക്കട്ടെ. ഫൈദ അസറ അലേഹി സുലിബ, ഇനി വൈദ അസറ അലേഹി, ഈ തെറ്റുകളിലൊക്കെ അവനിങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നാൽ, സുലിബ, അള്ളാഹു അവനിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു കളയും. മിൻ മഖാമി വിലായത്തി ബികുല്ലിയത്തി, വിലായത്തിൻ്റെ എല്ലാം അള്ളാഹു അവനിൽ നിന്ന് എടുത്ത് ഊരിക്കളയും. വലാ യസാലു യൻഖുസു ഈമാനുഹു, അവനിൽ നിന്ന് ഈമാൻ ഇങ്ങനെ ഊരിപ്പോവും. ഷെയ് അൻ ഫഷെയ് അൻ, കുറച്ചീച്ചായിട്ട് ഈമാൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ അവനിൽ നിന്ന് ഇങ്ങനെ ഊരിപ്പോവും. ഹത്താ യതഫല്ലത്ത് മിൻഹു, അവസാനം അവനിൽ നിന്ന് പൂർണ്ണമായും അത് ഇല്ലാണ്ടായി, പിന്നെ അവൻ ഒരു ഈമാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോവും. വയ്യാദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് പിന്നെയോ വൈദാ ബാദറ ബി തൗബ, എന്നാൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു പോയാൽ, ഒരു അഫലത്തിലായാൽ, ഒരു തെറ്റ് ചെയ്തു പോയാൽ, അല്ലെങ്കിൽ അദബുകേട് കാണിച്ചാൽ, വൈദാ ബാദറ ബി തൗബ, അവൻ തൗബ ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ, അതിലേക്ക് തിരക്ക് പിടിച്ചാൽ, റുജിയ കബൂലഹു, അള്ളാഹു അവനെ സ്വീകരിച്ചേക്കാം, അള്ളാഹു പുറത്തു കൊടുത്തെന്ന് വരാം. വക്കുല്ലു യഖലത്തിൻ, നീൻ്റെ നേരെ ഓപ്പോസിറ്റ്, കുല്ലു യഖലത്തിൻ, അതായത് അള്ളാഹിനെ മറക്കുന്ന അവസ്ഥയാണല്ലോ അഫുലത്ത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യഖലത്ത്, അള്ളാഹിനെ ഇപ്പോൾ ഓർക്കുന്ന അവസ്ഥ. അപ്പോൾ ഏത് അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയും, ഇപ്പം നമ്മളിതൊക്കെ, നമ്മൾ ഈ സംസാരവും കേൾവി ഇതൊക്കെ അള്ളാഹിനെ ഓർക്കുന്ന അവസ്ഥയാണ്, അതിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണത്. ഏതൊരു അള്ളാഹുവിൻ്റെ ഓർമ്മയും, വത്തായത്തിന് ഏതൊരു സൽക്കർമ്മങ്ങളും, ഹുസ്നുൽ അദബ്, ഏതൊരു നല്ല അദബും. ഇപ്പം നമ്മളുണ്ടല്ലോ ശേഖന്മാരോട്, മുതിർന്ന പിന്നെ ത്വരീക്കത്തിലും അള്ളാഹുലൊക്കെ യാത്ര ചെയ്യുന്ന മുതിർന്ന ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന നല്ല അദബുണ്ടല്ലോ, ഈ അദബും, ഏത് നല്ല അദബും, ഏത് നന്മകളും, ഏത് അള്ളാഹുവിന് ഓർക്കുന്ന അവസ്ഥയും, യൂജുബിലി സാഹിബി, അത് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമാക്കും അസുൽഫ, അള്ളാഹുവിനോടുള്ള സാമീപ്യം, വഖുർബാമിൻ ഹദ്റ, അള്ളാഹിൻ്റെ സാന്നിധ്യത്തിനോടുള്ള അടുപ്പം അതുണ്ടാക്കി തീർക്കും, വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മളൊക്കെ അതിങ്ങനെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതോടെ നമ്മൾ ഇത് ഇഖ്ലാസോട് കൂടി നമ്മളിത് ചെയ്യുന്നെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക്, അള്ളാഹിൻ്റെ സാമീപ്യം നമുക്ക് വർദ്ധിച്ച് കിട്ടും. അപ്പോൾ യസീദുഹു ഫി ഹലാവത്തിൽ മുആമല, ഇത് നമുക്ക് വർദ്ധിപ്പിച്ച് തരും. ഇൻ ഹലാവത്തിൽ മുആമല, അള്ളാഹുവുമായിട്ടുള്ള ഇടപഴകത്തിലുള്ള മാധുര്യം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇടപഴകുമ്പോൾ, ദിക്റിലുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, എല്ലാത്തിലും എന്ത് വിഷയത്തിലും നല്ല മധുരം നമുക്ക് ഉണ്ടായിത്തീരും, ഭയങ്കര രസകരമായൊരു മധുരം. അപ്പോൾ മുഷാഹദത്തി, അതുപോലെ അള്ളാഹുവിനെ എല്ലാത്തിലും സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അലാ ഖദ്രി, ഓരോന്നിൻ്റെയും തോതനുസരിച്ച് നമ്മൾ എത്രത്തോളം യഖലത്തിലാണോ ഉള്ളത്, എത്രത്തോളം നല്ല നന്മകളാണോ നമ്മൾ ചെയ്യുന്നത്, എത്രത്തോളം നല്ല അദബാണ് നമ്മൾ കാണിക്കുന്നത്, അതിൻ്റെ തോതനുസരിച്ച് നമുക്ക് ഇതിലൊക്കെ മാധുര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം മധുരം കൂടുതലുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാം, അതിനനുസരിച്ച് നമുക്ക് അദബുണ്ട്, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹിൻ്റെ ഓർമ്മയിലാണ്. കൂടുതലില്ലേ, ഇതിലൊന്നും ഒരു ഹലാവത്ത് അനുഭവപ്പെടുന്നില്ലേ, ഇങ്ങനെ ഒരു മടുപ്പും കൂടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, രസമില്ലാതെയാണോ, അങ്ങനെയാണെങ്കിൽ അതൊക്കെ കുറവാണെന്ന് മനസ്സിലാകും. അപ്പം എന്താ ചെയ്യേണ്ടത്, അത് കൂട്ടുകയാണ് വേണ്ടത്. കുറവാണോ, ഞാൻ ഒന്നിനും പറ്റൂല, അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? അല്ല, നമ്മളിതൊക്കെ കൂട്ടണം. ഫലാ യസാലു യതഖറബു ഇലൈഹി ബിനവാഫിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു അടിമ ഇങ്ങനെ അടുക്കാതിരിക്കില്ല. അതായത് നല്ല കാര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ, ഇൽമ് പഠിപ്പിക്കുന്നത്, അമല് ചെയ്യുന്നത്, ഹിദ്മത്ത് വർദ്ധിപ്പിക്കുന്നത്, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ അവൻ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത്താ യുഹിബ്ബുഹു, അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ ഉയരും. വയതവല്ലാഹു, അവൻ്റെ ചങ്ങാത്തം സ്വീകരിക്കുകയും ചെയ്യും. വയകൂനു സമൂഹു വബസറുഹു കമാഫി ഹദീസ്, അങ്ങനെ ഹദീസിൽ വന്നതുപോലെ അള്ളാഹു അവൻ കാണുന്നതാവും, അള്ളാഹു അവൻ കേൾക്കുന്നതാവും, അള്ളാഹു അവൻ പിടിക്കുന്നതാവും, അള്ളാഹു അവൻ ചലിക്കുന്നതാവും. അവസാനം അവൻ തന്നെ അള്ളാഹുവായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. അവൻ എന്താ അങ്ങനെ വരാനെന്താ അവൻ ചെയ്തത്? അവൻ ഈ സൽക്കർമ്മങ്ങളിൽ ഇങ്ങനെ വർധനവുണ്ടാക്കി. പ്രത്യേകിച്ചും അള്ളാഹിൻ്റെ ഖലീഫിനൊക്കെ ബയ്യത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇതിലിങ്ങനെ വർധനവുണ്ടാക്കുന്നതനുസരിച്ച് അവർക്ക് ഇതിൻ്റെ മാധുര്യം വർദ്ധിച്ച് ലാസ്റ്റ് അവരിലൂടെ മുഴുവൻ അള്ളാഹുവായി തീരുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. അബില്ലാഹി തൗഫീഖ് അള്ളാഹുവിൽ നിന്നാണ്. 162-ാമത്തെ ആയത്ത്.
ലാകിൻ റാസിഖൂന ഫിൽ ഇൽമി മിൻഹും. പക്ഷേ അപ്പോൾ ഈ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, പക്ഷേ അവരിലൊരു കൂട്ടരുണ്ട് റാസിഖൂന ഫിൽ ഇൽം, ആ ഇൽമിൽ അടിയുറച്ചവരാണ്, അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. വൽ മുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയും ചെയ്യും. യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക്, അവർ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ്. യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക്, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, വമാ ഉൻസില മിൻ ഖബ്ലിക്, അവർക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും. അവ മുഖീമൂന സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമൂത്തൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നവരാണ്. മുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെയും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്. ഉലായിക സനുഅതീഹിം അജ്റൻ അദീമ, അവർക്ക് അള്ളാഹു എന്തായാലും ഏറ്റവും വലിയ അദീമായ പ്രതിഫലം നൽകും. അപ്പോൾ ഈ ജൂതന്മാരിൽ തന്നെ, ഇതിൻ്റെ ബാഹ്യമായ അർത്ഥം എടുത്താൽ ജൂതന്മാരിൽ തന്നെ ഒരു ചില കൂട്ടരുണ്ട്, അവർ പഠിച്ച ഇൽമിൽ അടിയുറച്ചവരാണ്, അവർ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബിലും മുമ്പ് അവതരിക്കപ്പെട്ടതിലും നിസ്കാരം നിർവഹിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും അള്ളാഹുൽ അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരും ഒക്കെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ലാക്കിൻ റാസിഖൂൻ എന്ന് പറഞ്ഞാൽ സാബിത്തൂൻ, ഇൽമിൽ ഉറച്ചവരെന്നാണ്. ഫിൽ ഇൽമി മിൻഹും, അവർക്ക് നൽകപ്പെട്ട അറിവിൽ, അവരിൽ നിന്ന് അറിവുള്ളവരിൽ. അബ്ദുല്ലാഹിബിന് സലാമിനെ പോലെ. വൽ മുഅ്മിനൂൻ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹാജിരീനും അൻസാർ, മുഹാജിരീങ്ങളും അൻസാരിങ്ങളുമാണ്. അപ്പം ജൂതന്മാരിൽ അറിവിൽ ആയൻ്റെ എന്ന് പറഞ്ഞാൽ അത് അബ്ദുല്ലാഹിബിൻ സലാമിനെ പോലെ, റളിയല്ലാഹു പോലെയുള്ള ആളാണ്. എന്നാൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അവിടെ മുഹാജിരീങ്ങളും അൻസാരിങ്ങളും, ഇതൊരു തഫ്സീറാണ്. അപ്പോൾ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, അവർക്ക് ഇറക്കിയതും അവർക്ക് മുമ്പ് ഇറക്കിയതും ഒക്കെ ആയിട്ടുള്ളതിൽ വിശ്വസിക്കുക, എന്നുള്ള കിതാബുകളിൽ നിന്ന് വിശ്വസിക്കാം. അർറുസൂഹു ഫിൽ ഇൽമി ഹുവല്ലദീ യൻഫ, അതായത് ഇൽമ് ഉണ്ടോണ്ട് മാത്രം കാര്യമായില്ല. ഒരു ഇൽമ് ഉപകാരപ്രദമാവണമെന്നുണ്ടെങ്കിൽ, അറിവ് ഉപകാരപ്രദമാവണമെന്നുണ്ടെങ്കിൽ അത് റുസൂഹു ഫിൽ ഇൽമാവണം. അതായത് ഇൽമിൽ അടിയുറച്ച അവസ്ഥ ഉണ്ടായിത്തീരണം. അങ്ങനെ ഉള്ള ഇൽമിന് മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. ഒമൻ ഖറഅ അൽ ഇൽം, ആരെങ്കിലും ഇൽമ് ഇങ്ങനെ വായിച്ചു, വലം യജിദു ഫഹ്മൻ, പക്ഷെ അതിലൊരു അത് മനസ്സിലാവുന്നൊരവസ്ഥ ഒന്നും അവർക്കില്ല. വലാ നൂറൻ യഖൂദൂന ഇലൽ ഹഖ്, അതിൽ ഹക്കിലേക്ക് അവരെ വഴിതെളിക്കുന്ന ഒരു പ്രകാശമൊന്നും അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. യകൂനു കമിസ്ലി ഹിമാരിൻ യഹ്മിലു അസ്ഫാറ, അത് അവന് ഏതുപോലെ ആയിത്തീരും, അവനൊരു കൈതനെ പോലെ ആയിരിക്കും. അങ്ങനെ പുസ്തകങ്ങൾ ചുമക്കുന്ന കൈത. ഇപ്പം ആലിമീങ്ങൾ, കിതാബ് ഓതുന്ന ആലിമീങ്ങൾ പുസ്തകങ്ങൾ ചുമക്കുന്ന കൈതകളാന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ ചെയ്ത കാര്യം മോശമെന്നുള്ള അർത്ഥത്തിലല്ല, അവർ അത് മനസ്സിലാക്കുന്നില്ല, അതിൽ നിന്ന് ഹക്കിലേക്കുള്ളൊരു വഴി കണ്ടെത്തുന്നില്ല, എങ്കിൽ അവർ കൈതകളെ പോലെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അതായത് ആ പ്രവർത്തനം മൊത്തം മോശമാണ്, പ്രവർത്തനം ഏറ്റവും ഉദാത്താണ്. പക്ഷെ അതിലവർക്ക് ആ പഠനം മാത്രമേ ഉള്ളൂ, അറിവിങ്ങനെ കുറേ നേടിയിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് വലിയ ഉൾക്കാഴ്ചയൊന്നും കിട്ടുന്നില്ല, അവർ ഹക്കിലേക്കുള്ള വഴി കണ്ടെത്തുന്നില്ല, ഹക്കിൻ്റെ ആളുകളെ പിന്തുടരുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ കൈതകളെ പോലെയാണ്, പുസ്തകം ചുമക്കുന്ന കൈതകളെ പോലെയാണ്. പല ഉലമ ഏത് പറയുന്ന ഉദാഹരണമാണ് തൗറാത്തിൻ്റെ ഉലമാക്കൾ. ഉലമാ തൗറാത്ത് കുല്ലുഹും ഖറഉ തൗറാത്ത വമാ ഫീഹ, തൗറാത്തിൻ്റെ ഉലമാക്കൾ തൗറാത്ത് മുഴുവൻ വായിച്ച് പഠിച്ചവരാണ്. അബ്ദുല്ലാഹിബ്നു സലാം ഖറഅ തൗറാത്ത് വ ഫഹിമ, പക്ഷേ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറഞ്ഞ അവരിൽ അബ്ദുല്ലാഹിബ്നു സലാം മാത്രമാണ് റളിയല്ലാഹു അൻഹു തൗറാത്ത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയത്. വറസഹ ഫീഹിൽ ഇൽം, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഇൽമ് അടിയുറച്ചു. അപ്പോൾ ഇൽമു പഠിക്കുന്ന തൗറാത്ത്, ഈ ജൂതന്മാരെ പറ്റി പറഞ്ഞ പോലെ ഇൽമു പഠിക്കുന്ന നല്ല കാര്യം തന്നെ, ആലിമീങ്ങൾ നല്ലവരാണ്. എപ്പോൾ ആ ഇൽമു കൊണ്ട് അവർ അള്ളാഹിൻ്റെ ഖലീഫയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ, നല്ല വഴികളിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അള്ളാഹിനെ അറിഞ്ഞ് ആരാധിക്കുന്നതിലേക്ക് അവർ എത്തിച്ചേരുകയാണെങ്കിൽ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അംഗീകരിക്കുന്നവരാണെങ്കിൽ, അള്ളാഹിൻ്റെ വഴികളെ നിഷേധിക്കാത്തവരാണെങ്കിൽ, അങ്ങനെയൊക്കെയാണ് ആ ഇൽമു വലിയ കാര്യമാണ്, ഒരു സംശയമില്ല. പക്ഷേ അതിനെതിരാണെങ്കിലോ ആ ഇൽമ് ഒരു കാര്യമില്ല. ആ ഇൽമു കൊണ്ട് കൈതപ്പുറത്തുള്ള പുസ്തകങ്ങളെ പോലെ അവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ, ഒരു ഉപകാരം അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം തൗറാത്ത് പഠിച്ച പണ്ഡിതന്മാരായിരുന്നു ജൂതന്മാരെല്ലാവരും, പലരും അവർ ഇസ്ലാം വിശ്വാസങ്ങൾ വിശ്വസിച്ചിരുന്നില്ല.
എന്നാൽ അബ്ദുല്ലാഹിബ്നു സലാം തൗറാത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതുകൊണ്ട് വിശ്വാസങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ അവർ റാസിഖൂന ഫിൽ ഇൽമിൽപ്പെട്ടു. അവരെ ഇൽമ് അടിയുറച്ചൊരവസ്ഥ ഉണ്ടായി. ഇന്ദമാ ഖബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോൾ നതഖ ബി ഷഹാദത്തൈൻ, അദ്ദേഹം 2 ഷഹാദത്തുകൾ ചൊല്ലി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാല, എന്നിട്ട് പറഞ്ഞു, മാ ഹാദാ ബിവജ്ഹി കസ്ദാബ്, ഇതൊരു കള്ളം പറയുന്ന ആളുടെ മുഖമല്ല. പ്രവാസങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലമ്മാ റഅയ്തുഹു, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, വജത്തുനി അരിഫുഹു അശദ്ദു മിൻ മഅരിഫതി ലിബ്നി, എൻ്റെ മോനെ മനസ്സിലാക്കുന്നതിനേക്കാളും തീവ്രതയിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ മോനെ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലായി നിങ്ങളെ കണ്ടപ്പോൾ. അതെന്തുകൊണ്ടാണ്? തൗറാത്തിൽ അത്രയും വ്യക്തമായ വിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന കാരണം അത് കറക്റ്റ് മനസ്സിലായി. കമാക്കാല ഖുറാനിൽ പറഞ്ഞ പോലെ, ഖുറാനിൽ ജൂതന്മാരെ പറ്റി പറഞ്ഞല്ലോ, അവർക്ക് വിശ്വാസങ്ങൾ മനസ്സിലാവുമായിരുന്നു, അവരെ മക്കളെ മനസ്സിലാവുന്ന പോലെ അവർക്ക് അറിയായിരുന്നു, എന്നിട്ടും വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു. വഹാദ അലി റസൂഹ് ഇൽമി അബ്ദുല്ലാഹിബ്നു സലാം, ഇത് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഇൽമിൽ അടിയുറച്ച അവസ്ഥയാണ്. യഹൂദുല്ലദീ ഖറഉ, എന്നാൽ ജൂതന്മാർ അവർ പിന്നെ തൗറാത്ത് വായിച്ചവരാണ്. വലം യഫ്ഹമു, അവരതിന് മനസ്സിലാക്കിയില്ല. വജമദൂ മഅ നുസൂസ്, അവർ അതിൻ്റെ ആ ഒരു ബാഹ്യാർത്ഥത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടി. നമ്മൾ ഖുർആൻ പഠിക്കുകയും കിതാബുകൾ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമ്മളതിങ്ങനെ അതിൻ്റെ ഒരു ബാഹ്യമായ അർത്ഥങ്ങളിൽ മാത്രം, ചരിത്രത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തില്ല. അതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളെ കണ്ടെത്തിയില്ല, അവരെ വഴി സ്വീകരിച്ചില്ല, നമ്മൾ മുന്നോട്ട് പോയില്ല, നമ്മളെ നഫ്സിനെ ശുദ്ധീകരിച്ചില്ല. അതൊന്നും നടന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്താ, വെറും അക്ഷരങ്ങൾ പഠിച്ചു എന്നല്ലാതെ എന്താ? ഇത് ഖുർആൻ്റെ ഇൽമിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഏത് ഇൽമിനെയും ആ ഇൽമ റാസിഖൂന ഫിൽ ഇൽമ ആവണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അള്ളാഹിനെ കണ്ടെത്താനും അള്ളാഹിൻ്റെ വഴി പ്രാപിക്കാനും അള്ളാഹിനെ തൊട്ട് ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിത്തീരണം. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ജൂതന്മാർക്ക് ഇത് വെറും ഒരു അക്ഷരങ്ങൾ മാത്രമായിരുന്നു. അവർക്ക് അതിലൂടെ വിശ്വാസങ്ങളെ കണ്ടെത്താൻ പറ്റിയില്ല. ഇഹ്തജബു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് മറക്കപ്പെട്ടൊരവസ്ഥയിലായിത്തീർന്നു. ലമ്മാ റഅൂഹു മാ അറഫൂഹു ബൽ കഫറൂ ബി, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല, പകരം വിശ്വാസങ്ങളെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. മുഖീമൂന സലാ, പിന്നെ മുഖീമൂന സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണെന്ന് പറഞ്ഞത്. അംദഹല്ലദീ യുഖീമൂന സലാ, അവരെക്കുറിച്ച് ഒരു മദ്ഹ് ചെയ്തതാണ്, അതായത് അവരെ പ്രകീർത്തിച്ചതാണ്. അപ്പോൾ അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, ഒരു പ്രകീർത്തനം പോലെയാണ്. എന്തുകൊണ്ടാണ് നിസ്കാരം എന്നൊരു പ്രകീർത്തനം പോലെ പറഞ്ഞത്? അസ്സലാത്തു അഫ്ളലു മശ്റൂഇൻ, ശരീഅത്തിൽ ഏറ്റവും കൽപ്പിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ കാര്യം, ഏറ്റവും മഹത്തരമായ കാര്യം അത് നിസ്കാരമാണ്. അഫ്ളലു മാ ഫറളല്ലാഹു അലാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ഫർളാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും അഫ്ളലായ കാര്യം നിസ്കാരമാണ്. വാലാ ഉമ്മമിൻ ഖബ്ലഹ, നമ്മൾ മുമ്പുള്ള കാലങ്ങളിലുള്ള ഉമ്മത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അഫ്ളലാക്കി നമുക്ക് കൽപ്പിക്കപ്പെട്ടത് അത് നിസ്കാരമാണ്. യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലാ സ്വലാത്തുൽ ഹംസ്, ആരെങ്കിലും 5 വക്ത നിസ്കാരം മുറുകെ പിടിച്ചാൽ, ഹൈസുഖാന, അവർ എവിടെയാണെങ്കിലും, വായനമാക്കാന, അവരെന്തവസ്ഥയിലാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിസ്കരിക്കും, അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ, തജാവസ അല സിറാത്ത്, അവർ സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോവും. കല്ലം ഹിൽ ബാരിക്, ഇടിമിന്നലിൻ്റെ വേഗത്തിൽ കടന്നു പോവും. വദഹല ജന്നത മാ സാബിക്കീൻ, അവർ സാബിക്കീങ്ങളെ കൂടെ, ഏറ്റവും ഉന്നതരായ ആളുകളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. വലഹു കുല്ല യൗമിൻ, അതുപോലെ തന്നെ ഓരോ ദിവസം അവർക്കുണ്ട് മാ ദാമ മുഹാഫലത്ത് അലിഹ, അവർ നിസ്കാരത്തെ നിലനിർത്തുന്നിടത്തോളം കാലം, ഹാരിസുൻ മിനല്ലാഹ്, അള്ളാഹുൽ നിന്ന് അവർക്കൊരു സംരക്ഷകനെ അള്ളാഹു നിലനിർത്തും. നിസ്കാരം നന്നായിട്ട് കൊണ്ടെടുക്കണമെങ്കിൽ അവർ നിലനിർത്തുന്നോളം കാലം അവർക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംരക്ഷകനെ കിട്ടും.
വലഹു കുല്ലു യൗമിൻ അജ്റുൻ ഷഹീദ്, അതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു ഷഹീദിൻ്റെ പ്രതിഫലവും അള്ളാഹു കൊടുക്കും നിസ്കാരം നിലനിർത്തുന്നവന്. അലിഹാദ മദ്ഹുൽ മുഖീമിനു സലാ, അതുകൊണ്ടാണ് നിസ്കാരം നിലനിർത്തുന്നതിനെ ഒരു മദ്ഹായിക്കൊണ്ട് ഇവിടെ പറഞ്ഞത്. പിന്നെ വമ്മൂത്തൂന സക്കാ, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നവരും. അത് പറഞ്ഞതോ ഇദാ ദുക്കറത്തു സലാ, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വഹി അക്ബർ ഇബാദാത്തുൽ ബദൻ, അത് ശരീരത്തിൻ്റെ അമലുകളിൽ വെച്ച് ഏറ്റവും വലിയ അമലാണ്. അപ്പോൾ കർണഹ ഗാലിബൻ ബിസക്ക, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ അധികവും അതിനോട് കൂട്ടിച്ചേർത്ത് സക്കാത്തിനെയും പറയാറുണ്ട്. ലിഅന്നഹ അക്ബർ ഇബാദത്തുൽ മാൽ, സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തും അതുതന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ, നിസ്കാരവും സക്കാത്തും, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് സാധാരണ വൈകേടിലാവുന്നവർ നിഷേധിക്കലും ഇത് രണ്ടുമാണ്. ഇപ്പോൾ ത്വരീഖത്തിലേക്കൊക്കെ വന്നാൽ, അള്ളാൻ്റെ വഴിയിലേക്കൊക്കെ വന്ന ആളുകൾ ആദ്യം ഒരു നിഷേധിക്കുക, നിസ്കരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഓരോ മെയിൻ. അവരെ നഫ്സും ശൈത്താനും വഞ്ചിക്കുന്നതാണ്. കാരണം അത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ബഹുമാനത്തെ അള്ളാഹു എടുത്തു കളയേ. എങ്ങനെ നിസ്കരിക്കാതിരിക്കുന്ന ആൾക്കാരാണ് വലിയ ബഹുമാനമുള്ള ആൾക്കാർ. ഒന്നത്. രണ്ടാമത് അവർക്ക് ഉണ്ടാവുക പൈസ കൊടുക്കുന്നതിനെ കുറിച്ച്. ഔലിയാക്കന്മാർക്ക് അങ്ങനെ പൈസൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പൈസ കൊടുക്കൽ വാങ്ങലൊന്നുമില്ല. അതും എന്തോ വലിയ സംഭവം. ഇവിടെ ഇങ്ങനെ ദിക്റിൽ ഇങ്ങനെ ഇരിക്കൽ മാത്രമാണ്. ഇത് രണ്ടും നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹു വെച്ച ഏറ്റവും നല്ല കാര്യത്തെ നിഷേധിക്കുന്നത് പോലെയാണ്. കാരണം ഇത് ഫർളായ കാര്യമുണ്ട്, സുന്നത്തായ കാര്യമുണ്ട്. ഫർളായ നിസ്കാരം ഉള്ളതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഫർളായ സക്കാത്ത് ഉള്ളതുപോലെ സുന്നത്തായ സദഖയുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു മുരീദിനെ സമയത്തോളം അവൻ നിസ്കരിക്കുന്നു, അതുപോലെ അള്ളാഹിൻ്റെ ഖലീഫക്ക് അവൻ ഹിദ്മത്ത് ചെയ്യുന്നു, സാമ്പത്തികമായി തന്നെ ചെയ്യുന്ന ഹിദ്മത്ത്, അത് വലിയൊരു കാര്യമാണ്. കാരണം ഇത് രണ്ടും ചേരുമ്പോഴാണ് നേരായ വഴി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഖലീഫ് എപ്പോഴും അവൻ നിസ്കരിക്കാൻ പറയണം, ദിക്റെല്ലാം പറയണം, സുന്നത്ത് നിസ്കരിക്കാൻ പറയണം, അതോടൊപ്പം അവൻ സമ്പത്ത് ചെലവഴിക്കാനും പറയണം. പറയുമ്പോൾ മാത്രമേ ദീനാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ ഖലീഫ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഉലൈക സനഉതീഹിം അജ്റൻ അദീമ. അപ്പോൾ അവിടെ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അജ്ർ എന്ന് പറയുന്നത്, പ്രതിഫലം എന്ന് പറയുന്നത് ഹുവൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ പ്രതിഫലമാണ്. ഇനി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങളെ ഇതിൽ റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറയുന്ന ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ അറബി നമുക്ക് വായിക്കാം. കാരണം ഒരു പ്രധാനപ്പെട്ട വിശദീകരണമാണ്, കുറച്ചുകൂടി നന്നായിട്ട് ആയത്ത് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതുകൊണ്ട്. അലം, നിങ്ങളറിയണം, അന്നൽ ഉലമാ വല സലാസ ഖസാമീൻ, പണ്ഡിതന്മാർ 3 വിഭാഗമാണ്. അവൽ ഒന്നാമത്തത് അൽ ഉലമാ ബി അഹ്കാമില്ലാഹി തആല ഫഖത്ത്. ഒന്നാമത്തെ ഉലമാക്കൾ പണ്ഡിതന്മാർ, അവർ അള്ളാഹിൻ്റെ വിധികളെക്കുറിച്ച് മാത്രം അറിയുന്നവരാണ്. ഇത് ഇമാം റാസി തങ്ങൾ പറയുന്ന കേട്ടോ. അപ്പം വിധികളെക്കുറിച്ച്, അതായത് അള്ളാഹിൻ്റെ ശരീഅത്തിൻ്റെ വിധികളെക്കുറിച്ച് മാത്രം പറയുന്നവർ, അതാണ് ഒന്നാമത്തെ ഉലമാക്കൾ. വസാനി, രണ്ടാമത്തെ ഉലമാക്കൾ അൽ ഉലമാ ബിദാത്തില്ലാഹി വ സിഫാത്തില്ലാഹി ഫഖത്ത്. അവർക്ക് അള്ളാഹിൻ്റെ ദാത്ത് സിഫാത്തിനെ കുറിച്ച് മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല. അതായത് കുറേ മജ്ദൂബിങ്ങളായ ആളുകളൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൽ ഇങ്ങനെ ഫനാ ആയ ആൾക്കാർ, അവരും ആലിമീങ്ങളാണ്. പക്ഷേ അവർക്ക് അറിയാവുന്നത് ബാഹ്യമായ ശരീഅത്തല്ല, അള്ളാഹിനെ കുറിച്ച് മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു വിഭാഗം. വസാലിസോ, മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അൽ ഉലമാ ബി അഹ്കാമില്ലാഹി വ ബിദാത്തില്ലാ. അവരിത് രണ്ടിനെ ഒരുമിച്ച് കൂട്ടിയവരാണ്. അതായത് അള്ളാഹുവിൻ്റെ ശരീഅത്തും അറിയാം, അതുപോലെ തന്നെ അള്ളാഹുവിനെ അറിയാം, കിതാബും അറിയാം, കിതാബ് നൽകിയവനെ അറിയാം. ഇതെല്ലാം അറിയുന്ന ഒരാളാണ് ആ മൂന്നാമത്തെ പണ്ഡിതൻ. അമ്മൽ ഫരീഖുൽ അവൽ, ഒന്നാമത്തെ വിഭാഗം ഹുവൽ ആലിമൂന ബി അഹ്കാമില്ലാഹി വ തകാലിഫിഹി വ ശറാഇഹി. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ വിധികളെക്കുറിച്ചും ശരീഅത്തിലുള്ള അവരുടെ ബാധ്യതകളെക്കുറിച്ചൊക്കെ ബോധ്യവാന്മാരായ ആൾക്കാരാണ്. എത്ര കൊടുക്കണം, എന്ത് ചെയ്യണം, എത്ര റക്അത്ത് നിസ്കരിക്കണം, എന്തൊക്കെയാണ് ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് അറിയുന്ന ആൾക്കാരാണ് ഒന്നാമത്തെ പണ്ഡിതന്മാർ. ഫാമസാനി, രണ്ടാമത്തെ വിഭാഗം ഫഹും ആലിമൂന ബിദാത്തില്ലാഹി വ ബിസിഫാത്തിഹി വൽ വാജിബത്തി വൽ ജായിസത്തി വൽ മംനുഅത്തി. അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തിന് എന്തൊക്കെ അനുവദനീയമാണ്, എല്ലാ അള്ളാഹു എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ കറക്റ്റ് അറിയുന്ന ആളുകളാണ്. അവർ മജ്ദൂബീങ്ങളായ അള്ളാഹു ലയിച്ച് ചേർന്ന ആളുകളാണ്. അവരും അങ്ങനത്തെ പണ്ഡിതന്മാരാണ്, അള്ളാഹിനെ കുറിച്ച് അറിയുന്നവരാണ്. വാമസാലിസ്, മൂന്നാമത്തെ വിഭാഗം ഹുവൽ മഅസൂഫുന ബിൽ ആമിലീൻ. അവർ ഇതിൻ്റെ മുകളിൽ അർമലി ചെയ്യുന്നവരാണ്.
അതായത് ശരീഅത്തിന്റെ മുകളിലും അള്ളാഹിൻ്റെ അറിവിൻ്റെ മുകളിലും രണ്ടിൻ്റെ മുകളിൽ അമല് ചെയ്യുന്നവരാണ്. ഇത് രണ്ടിനെ ഒരുമിച്ച് കൂട്ടിയവരാണ്. അവരാണ് മൂന്നാമത്തെ വിഭാഗം. ബഹുവ അകാബിറു ഉലമാ, അവരാണ് ഉലമാക്കളിൽ ഏറ്റവും ഉന്നതവർ. വൈല ഹാദിഹിൽ അഖ്സാമിൽ സലാസ, ഈ മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ചാണ് അഷാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വചനം കൊണ്ട് ഹദീസ് കൊണ്ട് പറഞ്ഞത് എന്താണ്? ജാലിസുൽ ഉലമാ വഹാലിത്തിൽ ഹുകമാ വറാഫിഖിൽ ഖുബറാ. മനപ്പാടാക്കാനൊക്കെ പറ്റിയൊരു ഹദീസാണത്. ജാലിസുൽ ഉലമാ, നിങ്ങൾ ഉലമാക്കളോട് കൂടെ ഇരിക്കണം. അതായത് ബാഹ്യമായ ഉലമാക്കളോട് കൂടെ ഇരിക്കണം. അവർ ജസ്റ്റ് എന്തിനാ ഇരിക്കുന്നത്? അവരോട് ഒരു ഫത്വ ചോദിക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ, ഒരു വിഷയത്തിൻ്റെ മസാല അറിയാൻ, അത്ര ഇരിക്കേണ്ടു, അതിൽ കൂടുതൽ ഇരിക്കേണ്ട. അവരുടെ അടുത്ത് പോയി ഇരിക്കണം. വഹാലിത്തുൽ ഹുക്കമ, എന്നാൽ ഹുക്കമാക്കളെ കൂടെ, ഹുക്കമാക്കൾ എന്ന് പറഞ്ഞാൽ നേരത്തെ രണ്ടാമത്തെ വിഭാഗം, ഈ ഫനാവായ അള്ളാഹുലിങ്ങനെ ലയിച്ചു ചേർന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കൂടെ ഇടകലർന്ന് നടക്കണം. അപ്പോൾ അവരുടെ നിന്നൊന്നും എടുക്കൊന്നും ചെയ്യരുത്, പക്ഷെ അവിടെ ഇടകലർന്ന് നടക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള മഹബത്തും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലോ വറാഫിക്കുൽ ഖുബറ, നിങ്ങൾ സഹവാസത്തിലേക്ക് കഴിയേണ്ടത്, ചങ്ങാത്തം കൂടേണ്ടത്, നിരന്തരം സഹവാസത്തിലേക്ക് കൂടേണ്ടത് കുബറാക്കളെ കൂടെ മാത്രമാണ്. അവരാരാ? അവരിങ്ങനത്തെ ഉലമാക്കൾ, അത് രണ്ടിനും ഒരുമിച്ച് കൂട്ടിയവർ, ഫനാവും ബക്കാവും ഒക്കെ ചേർന്നവർ, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവർ, ശരീഅത്ത് പാലിക്കുന്നവർ, അതോടൊപ്പം അള്ളാഹുവിനെ അറിയുന്നവർ, അനുഭവിച്ചവർ, ഇങ്ങനത്തെ ആൾക്കാർ. അവരായിട്ട് നിങ്ങൾ അവരെ സഹവാസത്തിലേക്ക് കഴിയണം. വൈദ അറഫ്ത ഹാദ, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, ഹാദ ഫനഖൂൽ, നാം പറയാണ്, ഇന്നല്ലാഹു തആല വസഫക്കും, അല്ലാഹു തആല ഇവിടെ ഈ വിഭാഗത്തെ വിശദീകരിക്കുകയാണ്. ബിഖൗനിഹിം റാസിഖൂന ഫിൽ ഇൽം, ഈ മൂന്നാമത്തെ വിഭാഗത്തെ, അതായത് കുബറാക്കളായ ഉലമാക്കൾ അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? റാസിഖൂന ഫിൽ ഇൽം, ഇൽമിൽ അടിയുറച്ചവർ എന്നാണ്. അപ്പോൾ ഈ ഇൽമിൽ അടിയുറച്ചവർ എന്ന ഈ ആയത്ത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അവര് ഈ ഹുക്കമാക്കളായ ശരീഅത്തും തരീഖത്തിനെയും ഒരുമിച്ച് കൂട്ടിയ, ഫനാഹിനെയും ബക്കാഹിനെയും ഒരുമിച്ച് കൂട്ടിയ ഏറ്റവും ഉന്നതരായ ഉലമാക്കളാണവർ. അവരെയാണ് ഇവിടെ റാസിഖീന ഫിൽ ഇൽം എന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അള്ളാഹു അങ്ങനെ പറഞ്ഞത്, പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? അതിനെ വിശദീകരിക്കണം. ആരാണ് റാസിഖീന ഫിൽ ഇൽം എന്ന് പറഞ്ഞ ഇൽമിൽ അടിയുറച്ച ആളുകൾ ആരാണ്? തുമ്മ ഷർഹദാലിക്ക്, അതിന് വിശദീകരിക്കുകയാണ്. ഫബയ്യന, എന്നിട്ട് വ്യക്തമാക്കുകയും ചെയ്യാണ്. അവ്വൽ, ഒന്നാമത്തത്, കൗനുഹും ആലിമീന ബി അഹ്കാമില്ലാഹി തആല, കാരണം ഈ ഇൽമിൽ അടിയുറച്ച ആൾക്കാർ അല്ല, ഈ ഏറ്റവും ഉന്നതരായ പണ്ഡിതന്മാർ, അവർ ഒന്നാമത്തെ അവരുടെ അടിസ്ഥാനം എന്താ? അവര് അള്ളാഹുവിൻ്റെ ഹക്കാമുകൾ അറിയുന്നവരായിരിക്കണം എന്നുള്ളതാണ്, ശരീഅത്ത് അറിയുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ അള്ളാഹു പറഞ്ഞു ബി ഹക്കാമില്ലാത്ത, അള്ളാഹിൻ്റെ ഹക്കാമുകൾ അറിയുന്നവരായിരിക്കണം അവർ. ആമിലീന ബി തിൽക്കൽ അഹ്കാം, എന്നിട്ട് ആ അഹ്കാമുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ശരീഅത്ത് അറിയുകയും ചെയ്യും, ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുകയും വേണം. ഫഅമ്മ ഇൽമുഹും ബി അഹ്കാമില്ല ഫഹുവൽ മുറാദു ഫി ഖൗലി, അപ്പം അള്ളാഹുവിൻ്റെ അഹ്കാമുകളെ കുറിച്ച് അറിയുന്നവരും അതിൻ്റെ മുകളിൽ അമൽ ചെയ്യുന്നവരാണ് എന്നതിൻ്റെ തെളിവാണ് പറഞ്ഞത്. അല്ല, അള്ളാഹിനെ കുറിച്ച് അറിയുന്നവരാണ്, അള്ളാഹിൻ്റെ വിധികളെക്കുറിച്ച് അറിയുന്നവരാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്തിൽ പറഞ്ഞത്. യുഅ്മിനൂന ബിമാ വൽ മുഅ്മിനൂൻ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, മുഅ്മിനീങ്ങൾ അവർ വിശ്വസിക്കുന്നവരാണ്, അവർക്ക് ഇറക്കപ്പെട്ടതും അവർക്ക് മുമ്പ് ഇറക്കപ്പെട്ടതും അതിലൊക്കെ അവർ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നത് അള്ളാഹിൻ്റെ അഹ്കാമുകളെ, അള്ളാഹിൻ്റെ വിധിവിലക്കുകളെ, ശരീഅത്തിനെ അവരറിയുന്നവരാണ് എന്നതിൻ്റെ തെളിവാണ്. അമലുഹും ബി തിൽക്കൽ അഹ്കാം, ഈ ശരീഅത്തിൻ്റെ മുകളിൽ അവർ അമല് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. വഹുവൽ മുറാദു ബി ഖൗലി, അള്ളാഹു ഇവിടെ പറഞ്ഞത് മുഖീമൂന സലാത്ത് വമൂത്തൂന സക്കാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. വഹസ്സഹും ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് ഇവിടെ നിസ്കാരവും സക്കാത്തും പ്രത്യേകം എടുത്തു പറഞ്ഞത്? ഹസ്സവും ബിദിക്രിൽ കൗനിം അഷ്റഫത്ത്, ഇത് രണ്ടും ഏറ്റവും ഉദാത്തമായ സൽക്കർമ്മങ്ങളായതുകൊണ്ടാണ്. ലിഅന്ന സ്വലാത്ത് അഷ്റഫത്ത് ആത്തുൽ ബദനിയ, നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ വെച്ച് ഏറ്റവും വലിയ അമലാണ്. സക്കാത്തു അഷ്റഫത്ത് ആത്തു മാലിയ, അതുപോലെ സക്കാത്ത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനകൾപ്പെട്ടതാണ്. ഫലമ്മ ഷർഹ കൗനുഹൂൻ,
ആലിമീന ബി അഹ്കാമില്ലാഹി വ ആമിലീന ബിഹ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് അറിയുകയും അതിൻ്റെ മുകളിൽ അമല് ചെയ്യുന്നവരാവുകയും എന്ന് വിശദീകരിച്ചതിന് ശേഷം ഷറഹ ബഅദ ദാലിക, അതിനുശേഷം അള്ളാഹു വിശദീകരിച്ചു കൗനുഹും ആലിമീന ബില്ലാ, അള്ളാഹിനെ കുറിച്ച് അവരറിയുന്നവരും കൂടിയാണ്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് അറിയുന്നവരാണെന്ന് പറയുമ്പോൾ അഷ്റഫുൽ മആരിഫ അൽ ഇൽമു ബിൽ മബ്ദഇ വൽ മആദ്, അള്ളാഹുവിൻ്റെ അറിവിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് തുടക്കത്തിൻ്റെയും ഒടുക്കത്തെക്കുറിച്ചുള്ള അറിവാണ്. ഫഅൽമു ബിൽ മബ്ദ ഹുവൽ മുറാദു ബില്ലാഹി വൽ മുഅ്മിനൂന ബില്ലാ, അപ്പോൾ തുടക്കത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നതാണ് വൽ മുഅ്മിനൂന ബില്ലാ, അവർ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഉദ്ദേശിച്ചത്. ഫഇൽമുൽ മആദി ഹുവൽ മുറാദു മിൻ ഖൗലി വ യൗമിൽ ആഖിർ, ഒടുക്കത്തെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞത്. അതായത് അള്ളാഹുവിനെക്കുറിച്ചും അന്ത്യനാളിനെക്കുറിച്ചും എന്ന് പറഞ്ഞത് തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും. തുടക്കം അള്ളാഹുവാണ്, ഒടുക്കം അന്ത്യനാളാണ്. അപ്പോൾ തുടക്കം അള്ളാഹുവിലുള്ള ഫന ആണ്, ആ ഒടുക്കം ബക്ക ആണ് എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിയവരാണ് യൗമുൽ ആഖിർ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നു. വലമ്മ ശറഹ ഹാദിഹിൽ അഖ്സാം, ഈ വിഭാഗങ്ങളെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചതിന് ശേഷം ദഹറ ഖൗനു ഹൗലാഹിൽ മദ്കൂരീൻ ആലിമീന ബി അഹ്കാമില്ലാഹി വ ആമിലീന ബിഹാ വലഹറ ഖൗനുഹു ആലിമീന ബില്ലാഹ് വ ബി അഹ്വാലിഹി അഹ്വാലിൽ മആദ്. അപ്പോൾ ഇതിലൂടെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ഈ റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ വിഭാഗം ആരാണ്? അവർ അള്ളാഹിൻ്റെ അഹ്കാമുകളെ അറിയുന്നവരാണ്, ശരീഅത്തിനെ അറിയുന്നവരാണ്, അതനുസരിച്ച് ജീവിക്കുന്നവരാണ്, അള്ളാഹിനെ കുറിച്ച് അറിയുന്നവരാണ്, അതിൻ്റെ തുടക്കം അറിയുന്നവരാണ്, അവസാനം അറിയുന്നവരാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി. വൈദ ഹസലത്ത് ഹാദി ഉലൂമുൽ മആരിഫ്, ആരെങ്കിലും ഈ അറിവുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ ലഹറ ഖൗനുഹും റാസിഖൂന ഫിൽ ഇൽമ്, അവർ എന്താണ് പിന്നെ ഇൽമിൽ അടിയുറച്ചവരാണ്. ലിഅന്നൽ ഇൻസാൻ ലാ യുംകിനുഹു അൻ യതജാവസ ഹാദിൽ മഖാമ ഫീ കമാലി വ ഉലൂവി ദർജതി, കാരണം ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മഖാമിലേക്ക്, പരിപൂർണതയിലേക്ക്, ഉന്നതമായ ദർജയിലേക്ക് ആർക്കും എത്താനില്ല. ശരീഅത്ത് പഠിക്കുക, അത് അമല് ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹിനെക്കുറിച്ച് അള്ളാഹിൻ്റെ തുടക്കവും അള്ളാഹിൻ്റെ അവസാനവും ഒക്കെ മനസ്സിലാവുക, അതിലായി ജീവിക്കുക. ഇതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന് ഇനി എത്താൻ വേറൊന്നുമില്ല. ഇതേ ഒരാൾ എത്തേണ്ട അങ്ങേയറ്റത്തെ അവസ്ഥ ഉള്ളൂ. അതുകൊണ്ട് ഇത് അള്ളാഹു പറഞ്ഞത് ഇത് മനുഷ്യനെത്താവുന്നതിന് വെച്ച് ഏറ്റവും വലിയ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം അള്ളാഹു പറഞ്ഞു സുമ്മ അഖ്ബറ അലൈഹി അൻഹും ബിഖൗലി, എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഉലൈക സനുഅതിഹിം അജ്റൻ അദീമാ, അള്ളാഹു അവർക്ക് വലിയ അജറിന പ്രതിഫലത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാസി ഇമാമിൻ്റെ തഫ്സീർ വെച്ച് നോക്കൂ. ലാക്കിൻ റാസിഖൂന ഫിൽ ഇൽം, അവർ റാസിഖൂന ഫിൽ ഇൽമാണെന്ന ഇൽമിൽ അടിയുറച്ചവരാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവർ ശരീഅത്തിലും തരീഖത്തിലും ഫനാവിലും ബക്കാവിലും എല്ലാത്തിലും കഴിവുള്ള ഏറ്റവും ഉന്നതരായ പണ്ഡിതരാണ് എന്നാണ്, വലിയ മുഖറബീങ്ങളായ മശായിഖന്മാരാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. റാസിഖൂന ഫിൽ ഇൽം മിൻഹും, അപ്പോൾ അവരെ പിന്നെ വിശദീകരിക്കുകയാണ്. ആ ആൾക്കാർ ആരാണ്? മുഅ്മിനൂൻ യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, അതായത് അവർ അള്ളാഹു അവർക്ക് ഇറക്കിയതും അവർക്ക് മുമ്പുള്ളതും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അതായത് ശരീഅത്ത് അനുസരിച്ച് വിശ്വസിക്കുന്നവരാണ്, ശരീഅത്ത് വിശ്വസിക്കുന്നവരാണ് അവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മുഖീമൂന സ്വലാത്ത് മുഅ്തൂന സക്കാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ശരീഅത്തിനനുസരിച്ച് അവർ ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിന് സക്കാത്തിന് നിസ്കാരം പറയാൻ കാരണം ആ രണ്ട് തലത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ശരീഅത്ത് അറിയുന്നവരാണ്, ആ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരാണ്. മുഖീമുന സ്വലാ വ മുഅ്തൂന സക്കാ വ മുഅ്മിനൂന ബില്ലാഹി വ ബിൽ യൗമിൽ ആഖിർ. മാത്രമല്ല ശരീഅത്ത് മാത്രമല്ല അവർക്കറിയാം, ശരീഅത്ത് അറിയാം, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. മാത്രമല്ല അവർ അള്ളാഹിനെ അറിയുന്നവരാണ്, അതിൻ്റെ തുടക്കവും അവസാനം. അത് അള്ളാഹുലുള്ള ഫനാവും അള്ളാഹുള്ള ബക്കാവും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മുഅ്മിനൂന ബില്ലാഹി വ യൗമിൽ ആഖിർ, തുടക്കവും അവസാനവും ഒക്കെ അവർക്ക് അറിയുന്നവരാണ്. ഉലൈക സനുഅതിഹി അജ്റൻ അദീമാ, അവർക്കാണ് അള്ളാഹു വലിയ പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ആൾക്കാർ
ഉന്നതരായ മുഖറബീങ്ങളായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞത്. ഈ ആയത്ത് ആ ആരിഫീങ്ങൾക്കുള്ള തെളിവാണ്. റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞ ആരിഫീങ്ങളാണ്, അതിനെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്യുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരിച്ച ചർച്ചകൾ ഇനിയും റൂഹുൽ ബയാനിന്നും അതുപോലെ ബഹ്റുൽ മദീനിന്നും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം പറയാം. ജസാക്കല്ലാഹു ഖൈർ.